പുരുഷന്മാരെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തഫ്സീറിൽ ബോധിപ്പിക്കുകയാ. ആണുങ്ങളെ ലിതസ്കുനൂ ഇലൈഹാ, നീ മഹർ കൊടുത്തിട്ട് നീ സ്വന്തമാക്കിയ, നീ നിക്കാഹിന്റെ വചനം ചൊല്ലിയിട്ട് കൈപിടിച്ച് നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയ പെണ്ണുണ്ടല്ലോ, അവളെ പടച്ചിറപ്പ് സൃഷ്ടിച്ചിരിക്കുന്ന നിന്റെ ശരീരത്തിൽ നിന്നാണ്. നിന്റെ ശരീരത്തെ പടച്ചിറപ്പ് സംവിധാനിക്കാൻ വേണ്ടിയിട്ട് ഏത് തരം മണ്ണുകളാണോ, എവിടെ നിന്നുള്ള മണ്ണുകളാണോ പടച്ചിറപ്പെടുത്തത്, അതേ മണ്ണിൽ നിന്ന് തന്നെയാ, അതേ മണ്ണിൽ നിന്ന് തന്നെയാ നിനക്കുള്ള പ്രിയപ്പെട്ട പെണ്ണിനെയും അല്ലാഹു സംവിധാനിച്ചത്. എന്തിനെ പടച്ചിറപ്പ് അങ്ങനെ സംവിധാനിച്ചതെന്നറിയുമോ? ലിതസ്കുനൂ ഇലൈഹാ, നിന്റെ വേദനിക്കുന്ന മനസ്സിന് ആശ്വാസം തേടിയിട്ട്, നിന്റെ വേദനിക്കുന്ന മനസ്സിനൊരിറ്റ് കുളിർ തന്നലേകാൻ നീ ചെന്ന് ചേരേണ്ടത് നിന്റെ ഭാര്യയിലേക്കാണ്. നിനക്ക് ആശ്വാസത്തിന്റെ അമർത്തവചനങ്ങൾ പകർന്നേകേണ്ടത്, പകർന്നു നൽകേണ്ടത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. നിനക്ക് സമാശ്വാസം തരേണ്ടത്, നിന്റെ കണ്ണുനീരൊപ്പേണ്ടത്, നിനക്ക് ധൈര്യം പകരേണ്ടത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. നിനക്ക് സങ്കടം വരുമ്പോ, നിനക്ക് പ്രയാസം വരുമ്പോ, നിനക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കളെ, മനസ്സ് സുരക്ഷിതമാകുമ്പോ, നമ്മളൊരു പ്രയാസത്തിൽ പെട്ട് കുടുങ്ങുമ്പോ, നമ്മൾ വല്ലാതെ വേദനിച്ചു പോകുമ്പോ, അത് ഭാര്യയിൽ നിന്ന് മറച്ചു വെക്കലല്ല, അത് കൂട്ടുകാരോട് ഷെയർ ചെയ്തിട്ട് ഭാര്യയെ മാറ്റി നിർത്തലല്ല മോനെ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. ലിതസ്കുനൂ ഇലൈഹാ, നിന്റെ മനസ്സ് വേദനിക്കുമ്പോ, നീ പ്രക്ഷുബ്ധത്തിന്റെ ആയക്കടലിൽ മുങ്ങിൽ താഴുമ്പോ, നിനക്ക് ആശ്വാസം തരേണ്ടത്, നിന്നെ സമാധാനിപ്പിക്കേണ്ടത്, നിന്നെ വേദനിക്കുന്ന ഹൃദയത്തിന് കുളിര് പകരേണ്ടത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. പോരാ പോരാ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിനക്ക് സ്നേഹം പകരേണ്ടത്, നിനക്ക് കാരുണ്യം നൽകേണ്ടത് അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവളാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഇന്നലെ വരെ നിന്റെ ഭാര്യ നിനക്ക് അന്യയാണ്. ഈ വിവാഹം കഴിക്കുന്നതിന്റെ, നീ മഹർ കൊടുക്കുന്നതിന്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ആ പെണ്ണ് നിനക്ക് കാണൽ ഹറാമാണ്, അവളോട് മിണ്ടൽ ഹറാമാണ്, ആ പെണ്ണുമായി യാത്ര ചെയ്യൽ ഹറാമാണ്. എന്നാൽ അല്ലാഹു പഠിപ്പിക്കുകയാ, പെണ്ണിനോട് നിന്റെ മനസ്സിലൊരിച്ച് സ്നേഹമില്ല, നീ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവൾക്ക് നിന്നോട് സ്നേഹമില്ല, നിനക്ക് അവളോട് സ്നേഹമില്ല, അവൾക്ക് നിന്നോട് അനുരാഗമില്ല, അവൾ നിന്റെ പ്രണയിനിയല്ല, അവൾ നിന്റെ പ്രാണപ്രേയസിയല്ല. എന്നാൽ നീ അവളെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ, നീ അവൾക്ക് മഹർ കൊടുത്തു കഴിഞ്ഞാൽ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു തആല നിങ്ങൾക്കിടയിൽ സ്നേഹം പകരുകയാണ്. അല്ലാഹു നിങ്ങൾക്കിടയിൽ പരസ്പരം കാരുണ്യം നൽകുകയാണ്. അന്ന് മുതൽ മഹർ കൊടുത്തവളെ കൈപിടിച്ചത് മുതൽ അവളില്ലാതെ നിനക്കൊരു ദിവസം കഴിഞ്ഞുകൂടാ, അവളുടെ ശബ്ദം കേൾക്കാതെ നിനക്കൊരു നിമിഷം കഴിഞ്ഞുകൂടാ, നിന്റെ ചൂടും സൂര്യം കൊള്ളാതെ അവൾ തുടങ്ങിക്കൂടാ. എന്തോ ഒരു സ്നേഹമാ പടച്ചിറപ്പ് സംവിധാനിച്ചു വെച്ചത്. ഇന്നലെ വരെ അന്യരായിരുന്നവർ, ഇന്നലെ വരെ കാണൽ ഹറാമായിരുന്നവർ, ഇന്നലെ വരെ ഒരുമിച്ച് കൂടൽ ഹറാമായിരുന്നവർ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, ഇന്നോ പടച്ചിറപ്പ് നിങ്ങൾക്കിടയിൽ സ്നേഹം പകരുകയാ, പടച്ചിറപ്പ് നിങ്ങൾക്കിടയിൽ പരസ്പരം കാരുണ്യമേകുകയാ. നിന്റെ ഭാര്യയോട് കുറിച്ചല്ലാതെ നിനക്കൊരു യാത്രയില്ല. നിന്റെ ഭാര്യയുടെ സന്തോഷമാണ് നിന്റെ സന്തോഷം. പ്രിയപ്പെട്ടവന്റെ മുഖത്ത് പുഞ്ചിരി വിടരുമ്പോഴാ എന്റെ ഭാര്യ ആശ്വാസത്തിന്റെ കുളിർ തന്നലായി മാറുന്നത്. അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഇന്നലെ വരെ കണ്ടുകൂടാത്തവരെ, ഇന്നവരെ തൊട്ടുകൂടാത്തവരെ, ഇന്നോ നിങ്ങൾക്കിടയിൽ വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത കാരുണ്യം
കാരുണ്യമാണ്, ഇത് പടച്ചറപ്പിന്റെ ദൃഷ്ടാന്തമാണ്, ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എന്നിട്ട് പടച്ചറപ്പ് പഠിപ്പിക്കുകയാ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഈ കാര്യത്തിൽ ചിന്തിക്കുന്നവരെ, ഈ കാര്യത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് പാഠമുണ്ടെന്ന്, അവർക്ക് പാഠമുണ്ടെന്ന്, അവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാമ്പത്യ ജീവിതം എന്നാൽ കേവലം ഒരു കൂടിപ്പിരിയലായിട്ടല്ല, ഒരു പന്തലും കുറച്ച് കസേരയും കുറച്ച് ഭക്ഷണം വെച്ച് വിളമ്പിയിട്ട് ഒരു പുതുപെണ്ണിന്റെ വരവും പൂക്കുമല്ല അല്ലാഹു വിവാഹത്തെ പഠിപ്പിച്ചത്. അങ്ങനെയല്ല. ദാമ്പത്യ ജീവിതം എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇബ്തിദാഉൽ ഉസ്റ, ഒരു കുടുംബ ജീവിതത്തിന്റെ, ഒരു കുടുംബ ബന്ധത്തിന്റെ തുടക്കമാണ്, ഒരു കുടുംബ ബന്ധത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന ആദരവും അർഹിക്കുന്ന പരിഗണനയും അർഹിക്കുന്ന എല്ലാ റെസ്പെക്റ്റും കൊടുത്തിട്ട് വേണം ഒരു കുടുംബ ജീവിതത്തെ നമ്മൾ കാണാനും പരിഗണിക്കാൻ. അല്ലേ? ഇന്ന് എല്ലാ ഭാര്യമാർക്കുള്ള പരാതി കുട്ടികളെ വാപ്പാക്ക് പഴയതുപോലത്തെ ഒരു സ്നേഹമല്ല. അല്ലേ? നിങ്ങളെ ഭാര്യമാർക്കുണ്ടോ? എന്താ ഇവിടെ വെണ്ണട്ടിയില്ലേ? നിങ്ങളെ ഭാര്യമാർക്ക് പരാതി ഉണ്ടാ? കുട്ടികളെ നിങ്ങളോട് ഉണ്ടെങ്കിലും ഇപ്പൊ നിങ്ങളറിയില്ല, നമ്മളറിയില്ല, നമ്മളോടത് പറയുന്നില്ലല്ലോ. എല്ലാ ഭാര്യമാർക്കും പരാതിയാ. പണ്ടു നിങ്ങളെ വാപ്പക്ക് ഞാൻ മധുരപനം ചച്ചര, 4 മക്കളെ തള്ളയായപ്പോ ഉണങ്ങിക്കരിഞ്ഞ കൊപ്പര. എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പരാതിയാ. കുട്ടികളെ ഉപ്പാക്ക് പണ്ടത്തെ പോലെ ഒരു സ്നേഹമില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ ഭർത്താവിനോട് ചോദിക്കുക, എടാ മോനെ എങ്ങനെയുണ്ട് നിന്റെ ഭാര്യ? ഓ പറയൂ അൽഹംദുലില്ലാഹ്, പടച്ചോൻ എനിക്ക് തന്ന ഒരു മുത്ത മ്യാക്ക് മ്യാ. ഓളോട് ചോദിക്കുക, എങ്ങനെയുണ്ടടി ഭർത്താവ്? എന്തിനാ പറയുന്നത് എന്റെ പൊന്നോ, പടച്ചറപ്പ് തന്നൊരു മുതല്. ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചോദിക്കുക ഓനെ വിളിച്ചിട്ട്, എങ്ങനെയുണ്ടടാ ഭാര്യ? അങ്ങനെ പോണു. ഓളോട് ചോദിക്കുക, എങ്ങനെയുണ്ട്? ഒപ്പിച്ചങ്ങനെ പോവാല്ലപ്പോ എന്താ ചെയ്യാ? 2 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിക്കുക, എങ്ങനെയുണ്ടടാ ഓള്? എന്ത് ചെയ്യാനാടോ, കുട്ടി 1.5 ആയില്ലേ, ഇനിയിപ്പൊ ഇങ്ങനെ തട്ടിമുട്ടി പോവാന്നല്ലാണ്ട് ഇപ്പൊ വേറെ രക്ഷയൊന്നുമില്ല, കുടുങ്ങിപ്പോയില്ലേ. എന്തേ ഇങ്ങനെ പറയാനുള്ള കാരണം? എല്ലാ ഭർത്താക്കന്മാർക്കുള്ള പരാതിയാണ് എന്തെന്നറിയോ? ഭാര്യയ്ക്ക് എന്നെ ഭയങ്കര സംശയാവസ്ഥാതെ. അവൾക്ക് ഭയങ്കര സംശയം, അവൾക്ക് മാനസികമാണ് തോന്നുന്നത്. ഭയങ്കര സംശയം, ഞാൻ എന്ത് ചെയ്താലും സംശയം, എനിക്ക് ഫോണ് വന്നാ സംശയം, ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരാൻ വൈകിയാൽ സംശയം. മൊത്തത്തിൽ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഭാര്യ പറയും കുട്ടികളെ വാപ്പാക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, വാപ്പ പറയും അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പണ്ടൊരു ഉസ്താദ് വയതിന് എന്നപ്പോ പിന്നെ ഭർത്താവ് ഭാര്യ സദസ്സക്ക് പൈസ കൊടുത്തു പോലും ഭർത്താവിന്റെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് 111 രൂപ സംഭാവന. ഇത് കണ്ടുകൊണ്ട് ഭർത്താവ് നിൽക്കുന്നുണ്ട്. മൂപ്പര് നേരെ സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, ഭാര്യയുടെ സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവിന് ഭാഗം 313 രൂപ സംഭാവന. ഇത് ഉസ്താദ് കുടുങ്ങി പടച്ചോനെ, ആർക്ക് വേണ്ടിയിട്ട് അത് വരക്കാൻ? എന്തേ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം? എന്തേ പ്രശ്നങ്ങൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാരണം? ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കുക, എന്തുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതം ഇങ്ങനെ താറുമാറാകുന്നു? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ പഠിപ്പിക്കുന്നത്, നമ്മൾ അവിടെ നിന്നാ തുടങ്ങേണ്ടത്. അതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, യുവാക്കളോട്, ബാച്ചിലേഴ്സിനോട് ചില കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്കിങ്ങനെ ഇവിടെ നോക്കുമ്പോ കുറെ പെണ്ണിട്ടാത്ത ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. അവരോട് ഞാൻ അഡ്വാൻസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. പൊന്നു മക്കളെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ മുത്ത് റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ലിമാലിഹാ
വലിനസബിഹാ വലിജമാലിഹാ വലിദീനിഹാ ഫളഫർ ബിദാത്തിദ്ദീൻ ലിമാലിഹാ മുതലുള്ള പെണ്ണിൽ നിന്ന് അവളെ മുതലുദ്ദേശിച്ചുകൊണ്ട് വലിജമാലിഹാ ഭംഗിയുള്ള പെണ്ണിൽ നിന്ന് അവളെ ഭംഗി ഉദ്ദേശിച്ചുകൊണ്ട് വലിനസബിഹാ തറവാടിയായ പെണ്ണിൽ നിന്ന് അവളെ തറവാട് ഉദ്ദേശിച്ചുകൊണ്ട് വലിദീനിഹാ ദീനുള്ള പെണ്ണിൽ നിന്ന് അവളെ ദീൻ ഉദ്ദേശിച്ചുകൊണ്ട് 4 കാര്യങ്ങൾ, ഒന്ന് മുതല്, ഒന്ന് സൗന്ദര്യം, മറ്റൊന്ന് തറവാട്, മറ്റൊന്ന് ദീന്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ മോനെ, ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിക്കണേ, ദീനുള്ള പെണ്ണിനെ നോക്കി നീ കല്യാണം കഴിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ 4ാമത്തെ കാര്യത്തെ പ്രത്യേകം കെയർ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാ. ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കല്യാണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ, നീ കല്യാണം കഴിക്കുന്ന പെണ്ണിന്റെ സൗന്ദര്യം മാത്രം നോക്കിയിട്ടാ കിട്ടുന്നതെങ്കിൽ നീ അവളെ തറവാട് നോക്കിയില്ല, അവളെ ദീന് നോക്കിയില്ല, അവളെ സ്വഭാവം നോക്കിയില്ല. നീ നോക്കിയത് ഒന്നേ ഒന്ന് മാത്രമാ, നീ അവളുടെ സൗന്ദര്യം മാത്രം കണ്ടുകൊണ്ട് കല്യാണം കഴിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ, ലാ തുസവ്വിജു നിസാ ലിഹുസ്നിഹിനാ. ആണുങ്ങളെ കേൾക്കണേ, കേൾക്കണേ, ലാ തുസവ്വിജു നിസാ, നിങ്ങളെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത് ലിഹുസ്നിഹിനാ, അവരെ ഭംഗി മാത്രം നോക്കിയിട്ട്, അവരെ സൗന്ദര്യം മാത്രം നോക്കിയിട്ട് നിങ്ങൾ പെണ്ണ് കെട്ടരുത്, കല്യാണം കഴിക്കരുത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ, ഫഅസാ ഹുസ്നുഹുന്ന അയ്യർദീഹിന്ന. ഒരു പക്ഷേ ആ സൗന്ദര്യം അവളിൽ നിന്ന് പോയേക്കാം, ആ സൗന്ദര്യം അവൾക്ക് നഷ്ടപ്പെട്ടേക്കാം. അതല്ലെങ്കിലോ മഹാന്മാരായ മുഹദ്ദിസീങ്ങളെ പഠിപ്പിച്ചത്, അതല്ലെങ്കിൽ ആ സൗന്ദര്യം കാരണത്താൽ നിന്നെ വഞ്ചിക്കപ്പെട്ടേക്കാം, നീ വഞ്ചിതനായേക്കാം. സൗന്ദര്യമുള്ള പെണ്ണിന്റെ സൗന്ദര്യം മാത്രം നോക്കി കിട്ടിയാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നിരിക്കൽ അവളുടെ സൗന്ദര്യം അങ്ങ് പോയേക്കാം. ആ 16, 17, 18 മികവിലിങ്ങനെ നോക്കുമ്പോ നല്ല സുന്ദരിയായിരുന്നു, നല്ല എന്തോ ഒരു മൊഞ്ച്, ഓനിക്കന്നെ അഭിമാനം. എന്റെ സെലക്ഷൻ കൂട്ടുകാരെ ഇടയിലേക്ക് ഓളെ ബൈക്കിലിരുത്തിയിട്ട് ഇങ്ങനെ പോകുമ്പോ അവനക്ക് വല്ലാത്ത അഭിമാന ബോധം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ആ സൗന്ദര്യം ഒരു പക്ഷേ പോയേക്കാം. 1 പ്രസവിച്ച് 2 പ്രസവിച്ച് തടിയൊക്കെ അങ്ങോട്ട് കൂടി, സുബ്ഹാനല്ലാഹ്, ഓളെ കോലും ചേലൊക്കെ അങ്ങോട്ട് പോയി, ഒന്നിനും പറ്റാതെയായി. അപ്പൊ പിന്നെ നിനക്ക് അവളോട് സ്നേഹം ഉണ്ടാകൂല്ല, അവൾക്ക് സ്നേഹം ഉണ്ടായിക്കോ, നിനക്ക് അവളോട് സ്നേഹം തോന്നൂല്ല. കാരണം നീ ആഗ്രഹിച്ചത്, നീ സ്നേഹിച്ചത്, നീ മോഹിച്ചത് അവളുടെ സൗന്ദര്യത്തെ മാത്രമാണ്, സൗന്ദര്യത്തെ മാത്രമാണ്. ആ സൗന്ദര്യം അങ്ങ് പോയാൽ നിനക്ക് ആ പെണ്ണിനെ പിന്നെ സ്നേഹിക്കാൻ കഴിയില്ല. അതുമല്ലെങ്കിൽ മോനെ, ആ സൗന്ദര്യം കാരണത്താൽ അവൾ നിന്നെ വഞ്ചിച്ചേക്കാം, സൗന്ദര്യം കാരണത്താൽ അവൾ നിന്നെ വഞ്ചിച്ചേക്കാം. നിന്നെക്കാൾ മനുഷ്യനായ ഒരാളെ കാണുമ്പോ ഈ പെണ്ണുങ്ങള് പ്രതിഷേധിക്കാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ എന്നിട്ട് എത്ര ആളെ കൂടെ പോയിന്ന് അങ്ങനെ തെറ്റിദ്ധരിച്ചേക്കണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ, ആ
സൗന്ദര്യം കാരണത്താൽ അവൾ നിന്നെ വഞ്ചിച്ചേക്കാം. നിന്നെക്കാൾ മുൻപുള്ള ഒരാളെ കാണുമ്പോ അവളുടെ മനസ്സൊന്ന് മാറി ചിന്തിച്ചേക്കാം. അതുകൊണ്ടാണല്ലോ പെണ്ണുങ്ങളെ കേൾക്കണേ, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വ്യഭിചരിക്കാതെ വ്യഭിചാരിയായ ഒരു ഭാര്യ ആരെന്നറിയുമോ? വ്യഭിചരിക്കാതെ വ്യഭിചാരിയായി തീരുന്ന ഒരു ഭാര്യയുണ്ട്, ആരെന്നറിയുമോ? ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് താൻ മറ്റൊരാളുടെ ഭാര്യയായിരിക്കെ ഒരന്യ പുരുഷന്റെ സൗന്ദര്യത്തെ പൊക്കി പറയുന്ന പെണ്ണാ. താനൊരു ഭാര്യയായിരിക്കെ തന്റെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അന്യപുരുഷന്റെ മതഹ് പറയുന്ന, അന്യപുരുഷന്റെ പോരുഷ പറയുന്ന പെണ്ണേ, നീ വ്യഭിചരിക്കാത്ത വ്യഭിചാരിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചരിക്കാത്ത വ്യഭിചാരിയാണ് ആ പെണ്ണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന്റെ മുമ്പിൽ വെച്ചിട്ട് മറ്റൊരു പെണ്ണിനെ, മറ്റൊരു പുരുഷനെ എങ്ങനെ പൊക്കി പറയാ? നിങ്ങൾ എന്തിനാ പറ്റിയ, നിങ്ങൾ എന്ത് ഭർത്താവാ? ആ ആയിഷാന്റെ ഭർത്താവ് ഒന്ന് നോക്കി, ഓനല്ലേ ഒരാണ്, ഓനോളെ കയ്യും പിടിച്ചിട്ട് പോണൊരു പോക്ക് കാണണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു അന്യ പുരുഷനെ ഇതാണുങ്ങൾക്കും ബാധകമാണ്. വ്യഭിചരിക്കാതെ വ്യഭിചാരിയായ ഭർത്താവ്, വ്യഭിചരിക്കാതെ വ്യഭിചാരിയായി തീരുന്ന ഭർത്താവാ തന്റെ ഭാര്യയോട് അന്യ പെണ്ണിന്റെ മതഹ് പറയുന്നവൻ, തന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അന്യ പെണ്ണിന്റെ സൗന്ദര്യം വിളമ്പുന്നവനെ, സൗന്ദര്യം വർണ്ണിക്കുന്ന പുരുഷ, നീ വ്യഭിചാരിയല്ലാത്ത വ്യഭിചാരിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മറ്റു പെണ്ണുങ്ങളുടെ മധുഹങ്ങനെ പറയുക, മറ്റു പെണ്ണിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുക. നീ വ്യഭിചാരിയല്ലാത്ത വ്യഭിചാരിയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണിന്റെ സൗന്ദര്യം മാത്രം നോക്കിയിട്ട് വിവാഹം കഴിക്കല്ല. ആ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളുടെ സൗന്ദര്യം പോയാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം താളം തെറ്റിയേക്കാം. അതുമല്ലെങ്കിലോ ആ സൗന്ദര്യം വെച്ചുകൊണ്ട് അവൾ നിന്നെ വഞ്ചിച്ചേക്കാം. രണ്ടാമത് മുത്തുനബി പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തുസവ്വിജൂഹുന്ന ലിഅംവാലിഹിന്ന, ലാ തുസവ്വിജൂഹുന്ന ലിഅംവാലിഹിന്ന. അവിവാഹിതരായ ചെറുപ്പക്കാരൻ നല്ലവണ്ണം കേൾക്കണേ, പെണ്ണിന്റെ മുതല് മാത്രം നോക്കിയിട്ട് നീ അവളെ കല്യാണം കഴിക്കരുത്. കാരണം ഒരു പക്ഷേ ആ മുതലെല്ലാം നശിച്ചു പോയേക്കാം. പെണ്ണിന്റെ പിതാവിന്റെ സമ്പാദ്യം കണ്ടിട്ടാണ്, മുതല് കണ്ടിട്ടാണ് നീ അവളെ കല്യാണം കഴിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു പക്ഷേ ആ മുതല് നിനക്ക് തടയപ്പെട്ടേക്കാം. നിന്റെ ഭാര്യയിൽ നിന്ന് വല്ലതും കാണുമ്പോ അവളെ പിതാവ് പറഞ്ഞേക്കാം, എന്റെ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും നിനക്കില്ല എന്ന്. ആ മുതല് നിനക്ക് നൽകാതെയായേക്കാം, അല്ലെങ്കിൽ ആ മുതലങ്ങ് നശിച്ചു പോയേക്കാം. മുതല് കണ്ടിട്ട് കല്യാണം കഴിച്ചവനെ മുതലില്ലാത്ത പെണ്ണിനെ പിന്നെ നീ എങ്ങനെയാ സ്നേഹിക്കുക? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് മുതല് മാത്രം നോക്കിയിട്ട് വിവാഹം കഴിക്കരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ, അവളുടെ തറവാടിന്റെ മഹിമ മാത്രം നോക്കിയിട്ട് നീ കല്യാണം കഴിക്കരുത്. ഒരു പക്ഷേ അവളെ തറവാട്
ചെറുപ്പക്കാരന്റെ പോലീശയും മഹിമയും അത് നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ ദീനുடைய പെണ്ണിനെ വിവാഹം കഴിക്കണേ, അതുവഴി ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയിക്കണേ. ദീനുള്ള പെണ്ണിനെ നോക്കി, മതനിഷ്ഠയുള്ള പെണ്ണിനെ നോക്കി, ശരീരം മറക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, അന്യപുരുഷനോട് കൊഞ്ചിക്കുഴയാത്ത, അന്യപുരുഷന്റെ മുമ്പിൽ മൃതശരീരം പോലെ പൊതുദർശന വസ്തുവാവാതെ ഭർത്താവിന് വേണ്ടിയിട്ട് എല്ലാം സമർപ്പിക്കുന്ന പെണ്ണിനെ നീ വിവാഹം കഴിക്കണേ. അതുവഴി നീ ഇന്ന് ദുനിയാവിൽ മാത്രമല്ല നാളെ ആഖിറ ലോകത്ത് നീ വിജയിക്കണേ, വിജയിക്കണേ. വിജയിക്കണമെന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ ദീനില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കുന്നവരെ നിനക്ക് നാശം സംഭവിക്കട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനില്ലാത്ത പെണ്ണിനെ കല്യാണം കഴിക്കുന്നവരെ നിങ്ങൾക്ക് നാശം സംഭവിക്കട്ടെ മുത്തുനബി. ചിലർ അവിവാഹിതരായ ചെറുപ്പക്കാരൊക്കെ നല്ലോണം മനസ്സിലാക്കിക്കോ. കല്യാണം കഴിക്കുമ്പോ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. പക്ഷേ 4-ൽ 4-ാമത്തേതായ ദീനുடைய പെണ്ണിനെ കൊണ്ടാണ്, അവിടെയാണ് സെലക്ഷൻ ഉറപ്പിക്കേണ്ടത്. അവിടെയാണ് സെലക്ട് ചെയ്യപ്പെടേണ്ടത്. ദീന് നോക്കിയിട്ടാവണം, സൗന്ദര്യത്തിന്റെ പേരിലല്ല, അവളുടെ തറവാടിന്റെ പേരിലല്ല, അവളുടെ പിതാവിന്റെ സമ്പത്തിന്റെ പേരിലല്ല. നോക്കണേ. അതുപോലെ രക്ഷിതാക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പെൺമക്കൾക്ക് ഭർത്താവിനെ അന്വേഷിക്കുമ്പോ, പെൺമക്കൾക്ക് വരനെ അന്വേഷിക്കുമ്പോ അവൻ ഗൾഫുകാരനാണോ എന്നല്ല, അവൻ സർക്കാർ ഉദ്യോഗസ്ഥനാണോ എന്നല്ല, അവന്റെ വീടിന്റെ വലിപ്പമല്ല, അവന്റെ മുഖത്തിന്റെ സൗന്ദര്യമല്ല, അവന്റെ ജോലിയല്ല നോക്കേണ്ടത്. വാപ്പമാരെ, ഉമ്മമാരെ, പെൺമക്കൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോ അവിടെയും ദീനുള്ള ചെറുപ്പക്കാരനെയാ നോക്കേണ്ടത്. ദീനുള്ള ചെറുപ്പക്കാരനെ നോക്കണം. തന്റെ മകളെ കല്യാണം കഴിക്കുന്നവന്റെ ശമ്പളത്തിന്റെ വലിപ്പം നോക്കിയിട്ടല്ല കേട്ടോ. പെണ്ണുങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏതെങ്കിലും ആൽബപ്പാട്ടുകളിൽ കണ്ടവനെ പോലെ തോന്നിപ്പിക്കുന്ന മുഖസൗന്ദര്യമുള്ള ഒരുത്തനെയല്ല നീ ഇണയായി സ്വീകരിക്കേണ്ടത്. അങ്ങനത്തെ ഒരുത്തനെയല്ല നീ വിവാഹം കഴിക്കേണ്ടത്. സൗന്ദര്യമല്ല, സമ്പത്തല്ല, തറവാടിന്റെ പൂരിശയല്ല, അവന്റെ ദീനാണ് പെണ്ണെ, അവന്റെ ദീനാണ് നീ നോക്കേണ്ടത്. ദീന് നോക്കിയിട്ട് കെട്ടിച്ചു കൊടുക്കണം. ദീനുള്ള ചെറുപ്പക്കാരനെ കെട്ടിച്ചു കൊടുക്കണം. ദീനുള്ള പെണ്ണിനെ കെട്ടണം. ദീനിൽ നോക്കിയിട്ടില്ലെങ്കിൽ, പണ്ട് ഒരു പിതാവിനോട് ബ്രോക്കർ പറഞ്ഞു അത്രേ, നല്ല താമര പോലത്തെ പയ്യനാണ്, നല്ല താമര പോലത്തെ പയ്യനാണ്, താമര പോലത്തെ ചെക്കൻ, ഞങ്ങളൊന്നും ആലോചിക്കണ്ട. പിന്നെ കൂടുതലൊന്ന് ഈ പെണ്ണിന്റെ വീട്ടുകാരും കൂടുതലൊന്നും അന്വേഷിച്ചില്ല, വേഗം കല്യാണം നടത്തി. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മുതലേ ഇച്ചങ്ങായി 24 മണിക്കൂറും വെള്ളത്തിന്റെ ആളാണ്. 24 മണിക്കൂർ വെള്ളത്തിന്റെ ആളെന്ന് പറഞ്ഞാല് അടിച്ചു പൂശാവുന്ന ആളാണ്. പാലക്കാട് അങ്ങനെ തന്നെയല്ലേ പറയാ അല്ലേ? നല്ല താമര പോലത്തെ പയ്യനെ ഞങ്ങൾ ഒന്നും അന്വേഷിക്കണ്ട. പിറ്റേന്ന് മുതൽ 24 hours ഇവൻ കള്ളും കുടിച്ചിട്ടാണ്. പെണ്ണിന്റെ വാപ്പി ആങ്ങാരും ചെന്നിട്ട് ബ്രോക്കറെ പൊക്കി, എന്നിട്ട് പറഞ്ഞു, എടാ നീയല്ല താമര പോലത്തെ പയ്യനാണെന്ന് പറഞ്ഞത് 24 മണിക്കൂർ വെള്ളം കുടിച്ചുകൊണ്ടാണല്ലോ, കള്ളുടിച്ചിട്ടാണല്ലോ. ബ്രോക്കർ പറഞ്ഞു, താമര 24 മണിക്കൂറും വെള്ളത്തിലാണ്, ഓന് 24 മണിക്കൂറും വെള്ളത്തിലാണ്. എന്താ കുഴപ്പമുള്ളത് അല്ലേ? ഡോക്ടർ കണ്ണ് വെച്ച പെണ്ണാന്ന് പറഞ്ഞു. ഡോക്ടർ കണ്ണ് വെച്ച പെണ്ണാണ്. അപ്പൊ ഇവര് മനസ്സിലാക്കി, ഡോക്ടർ കെട്ടാൻ വേണ്ടിയിട്ട് നോക്കി വെച്ച പെണ്ണാണ്. കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ ഇവൾക്ക് ഒരു കണ്ണ് കാണൂല, ഒരു കണ്ണ് കാണൂല.
അവസാനം ബ്രോക്കറെ ചെന്ന് പൊക്കി. ബ്രോക്കറോട് ചോദിച്ചു, നീ അല്ലട ഒരു ഡോക്ടർ പോലും കണ്ണ് വെച്ച കണ്ണാന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ഉൾക്കൊരു കണ്ണിന് കാഴ്ചയില്ല, ഡോക്ടർ മാറ്റി വെച്ചതാ കണ്ണ്, ഡോക്ടർ കണ്ണ് വെച്ച വണ്ണാണ്. എന്താ ഡോക്ടർമാരൊക്കെ പറയുന്നത് നല്ലോണം സൂക്ഷിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലേ, ശ്രദ്ധിച്ച് കേട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതൊന്നും നീ നോക്കണ്ട, നീ നോക്കുന്നത് ദീനുള്ള പെണ്ണിനെ ആയിരിക്കണം, നീ കെട്ടേണ്ടത് ദീനുള്ള, നീ കെട്ടിക്കേണ്ടത് ദീനുള്ളവനെ കൊണ്ടായിരിക്കണം. ഞാനിത് ആമുഖമായി പറഞ്ഞു വെച്ചത് വിവാഹ ജീവിതത്തിന്റെ തുടക്കം തന്നെ, തുടക്കം അങ്ങ് അടിത്തറ, ഫൗണ്ടേഷൻ അതങ്ങ് ദീന് കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടൊന്നും പേടിക്കല്ല, ദീനുള്ളത് നോക്കി കെട്ടണം. അതിനൊന്നും സമയമല്ലല്ലോ, ദീനൊന്നും നോക്കാൻ സമയമല്ല. ചെറുക്കനോട് ഉപ്പ പറയും, എടാ അങ്ങനെ സൈനബാന്റെ മകള്, ഇപ്പുറത്തെ ഹദീജാന്റെ മകള്, ഇവിടൊക്കെ കെട്ടിക്കാൻ എങ്ങനെ പറ്റിയ ഒന്നിനെ സെലക്ട് ചെയ്തോ? ചെറുക്കൻ പറഞ്ഞു, നമ്മൾ 4 എണ്ണത്തിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വാപ്പക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നിനെ പറഞ്ഞു, നമുക്ക് 4 ഒരേ പോലെയാ. കാലം പെണ്ണിനോട് പറയാ, മോളെ ഒരുത്തങ്ങനെ അന്വേഷിച്ചിട്ട് കാണാൻ വരാന്ന് പറഞ്ഞിട്ട് നിന്റെ അഭിപ്രായം എന്താ? വാപ്പ വെറുതെ അടങ്ങാറാവില്ല, നമുക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് 2 പഠിക്കുന്ന മക്കളെ അവസ്ഥയത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ആമീൻ പറയാനൊരു മടിയുണ്ട്. ആമീൻ. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. നല്ലോണം നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ വരണം ഞാൻ പറയുന്ന വിഷയത്തിന്റെ ഒപ്പം. അല്ലെങ്കിൽ ഒരു റേഡിയോ മേഘ തുറന്ന പോലെ ഞാനിവിടുന്ന് ഇങ്ങനെ പറയാ, 2 മണിക്കൂർ കഴിഞ്ഞ സലാത്തും ചൊല്ലിയിട്ട് നമ്മളങ്ങോട്ട് പിരിയാ. ആവരുത്. നമ്മളെ സദസ്സ് ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഒരു ഉപകാരം വേണം. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലോണം ശ്രദ്ധിക്കുക, നല്ലോണം മനസ്സിലാക്കി പറയുന്ന വിഷയങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആദ്യം നിങ്ങൾ അടിത്തറയങ്ങൾ നന്നാക്കുക, ഫൗണ്ടേഷൻ നന്നാക്കുക. അതിനുശേഷം പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടി വരില്ല. ഇനിയാണ് മനസ്സിലാക്കേണ്ടത്, ഇനിയും നമ്മുടെ ജീവിതത്തിൽ എന്തേ ഇങ്ങനെ പ്രശ്നങ്ങൾ വരാനുള്ള കാരണം? ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം തോന്നാൻ, ഭർത്താവിന് ഭാര്യയെ സംശയം തോന്നാൻ, അവർക്കിടയിലുള്ള സ്നേഹം കുറഞ്ഞു പോവാൻ എന്തേ കാരണമാകുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാ, ഭാര്യ ഭർത്താവിന് എങ്ങനെയാവണം, ഭർത്താവിന് ഭാര്യ എങ്ങനെയാണ് ആവണമെന്നറിയുമോ? ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. പെണ്ണുങ്ങളെ, സഹോദരിമാരോ, നിങ്ങളെ ഭർത്താക്കന്മാര്, ഭർത്താവിന്റെ ഭാര്യ അവന്റെ വസ്ത്രം പോലെയാവണം, ഭാര്യയ്ക്ക് ഭർത്താവ് അവളുടെ വസ്ത്രം പോലെയാവണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ലിബാസുല്ലക്കും, ആ സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്. പെണ്ണുങ്ങൾക്കുള്ള വസ്ത്രമാണ് നിങ്ങളെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്തേ അള്ളാഹു വസ്ത്രം എന്ന് തന്നെ ഉദാഹരണം പറഞ്ഞത്? ഭാര്യയെ ഭർത്താവിന്റെ വസ്ത്രമായി അള്ളാഹു ഉദാഹരണം പറഞ്ഞത് എന്തുകൊണ്ട്? ഭർത്താവിനെ ഭാര്യയുടെ വസ്ത്രമായി അള്ളാഹു ഉദാഹരണം പറയാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണേ. അള്ളാഹു അതിമനോഹരമായ നമ്മൾ കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന സ്വപ്നസൗധമായ വീടിനെ ഭാര്യയോട് ഉപമിച്ചില്ല, ഭർത്താവിനോട് ഉപമിച്ചില്ല. നമ്മൾ വല്ലാതെ മോഹിച്ചു വാങ്ങിയ വാഹനത്തിനോട് നമ്മുടെ ഭാര്യയെ അള്ളാഹു ഉപമിച്ചില്ല, നമ്മുടെ ഭർത്താവിന് അള്ളാഹു ഉപമിച്ചില്ല. അള്ളാഹു തആല പറഞ്ഞതെന്താ? അവൾ നിനക്കുള്ള വസ്ത്രമാ, നീ അവൾക്കുള്ള വസ്ത്രമാ. എന്തേ അള്ളാഹു അങ്ങനെ പറയാനുള്ള കാരണം? ലേബർ റൂമിന്റെ അകത്ത് ഒരു പെണ്ണ് പ്രസവിച്ച നിമിഷം മുതൽ ഒരു വെള്ള തുണിയിലങ്ങ് പൊതിഞ്ഞത് തുടങ്ങിയതാ നമ്മുടെ വസ്ത്രങ്ങള്. വസ്ത്രധാരണ നമ്മൾ ലേബർ റൂമിന്റെ അകത്ത് പ്രസവിച്ച് വീഴുമ്പോ അന്ന് ആ ലേബർ റൂമിന്റെ അകത്ത് ഒരു വെള്ള തുണിയിലങ്ങ് പൊതിഞ്ഞതാ. പിന്നീട് നാളിന്ന് വരെ എന്ന് മാത്രമല്ല, ഖബറിലേക്ക് വെക്കുന്നത് വരെ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം പിരിഞ്ഞു പോകുന്നില്ല, വസ്ത്രം വേറിട്ട് പോകുന്നില്ല. അവൻ ഉറങ്ങുമ്പോ, അവൻ ഉണ്ണുമ്പോ, അവൻ നടക്കുമ്പോ, അവനിരിക്കുമ്പോ, ഏത് ഘട്ടത്തിൽ
യാത്രയിലും വസ്ത്രം അവന്റെ കൂടെ തന്നെയുണ്ട്, വസ്ത്രം അവനിൽ നിന്ന് വിട്ടുപോകുന്നില്ല. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം വേറിട്ട് പോകുന്നുണ്ടോ? ഉണ്ടോ? എല്ലാ സമയത്തും പ്രസവിച്ചപ്പോ ഒരു വെള്ളത്തുണിയിൽ അങ്ങ് പൊതിഞ്ഞത് മുതൽ അവസാനത്തെ കെട്ടുകെട്ടിയിട്ട് അവസാനത്തെ യാത്ര പോകുന്ന ഏകാന്തമായ ഖബറിന്റെ അകത്തേക്കുള്ള മടക്കമില്ലാത്ത യാത്രയില്ലേ, ആ മടക്കമില്ലാത്ത യാത്ര പോകുന്ന സമയത്ത്, ഇനിയൊരിക്കലും മടക്കമില്ലാത്ത യാത്ര പോകുന്ന സമയത്ത് പോലും വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടല്ലേ കൊണ്ടുപോകുന്നത്. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോഴും ആ വെള്ളവസ്ത്രം നിന്നെ പൊതിഞ്ഞ കോലത്തിലാണ്. അതുകൊണ്ട് തന്നെയാ ആ വസ്ത്രത്തെ അല്ലാഹു ഉദാഹരണം പറഞ്ഞത്. ഭാര്യ എന്നാൽ നിന്റെ വസ്ത്രം പോലെയാണ്. നിന്റെ എല്ലാ രഹസ്യത്തിലും പരസ്യത്തിലും രാവും പകലും സന്തോഷത്തിലും സന്താപത്തിലും ലാഭത്തിലും നഷ്ടത്തിലും യാത്രയിലും അല്ലാത്തപ്പോഴും ഏത് ഘട്ടത്തിലും നിന്റെ ഭാര്യ നിന്റെ കൂടെ ഉണ്ടാവേണ്ടവളാണ്. കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞാല് എങ്ങോട്ട് പോകുമ്പോൾ ഓളെ കൊണ്ടാവണം എന്നല്ല ഈ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പറയുകയാ, നിന്റെ ഭാര്യ അറിയാത്തൊരു രഹസ്യങ്ങൾ നിനക്കുണ്ടാവാൻ പാടില്ല. നിന്റെ ഭർത്താവ് അറിയാത്ത രഹസ്യം പെണ്ണേ നിനക്കും ഉണ്ടാവാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മള് ഒരു രഹസ്യമായ കാര്യം ചെയ്യുകയാണെങ്കിൽ അതാരറിയും? ആര് സാക്ഷിയാണതിന്? നമ്മള് വസ്ത്രം സാക്ഷിയാണല്ലേ? അല്ലേ? കൂട്ടുകാരെ മാറ്റി നിർത്തിയേക്കാം, വീട്ടുകാരെ മാറ്റി നിർത്തിയേക്കാം, എല്ലാം മാറ്റി നിർത്തിയേക്കാം. പക്ഷെ നമ്മുടെ വസ്ത്രത്തെ ആ രഹസ്യത്തിൽ നിന്ന് ഒളിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ, പെണ്ണേ നിന്റെ ഭർത്താവ് അറിയാത്തൊരു രഹസ്യവും നിനക്കുണ്ടാവാൻ പാടില്ല. ആണുങ്ങളെ നിന്റെ ഭാര്യയോട് പങ്കുവെക്കാത്ത യാതൊരു രഹസ്യവും നിനക്കുണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു രഹസ്യമുണ്ടായി കഴിഞ്ഞാൽ വസ്ത്രാക്ഷേപം നടത്തിയ നഗ്നനെ പോലെയാണ് നീ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം കൂടാതെ നഗ്നത വെളിവാക്കുന്നവർ, കാരണമില്ലാതെ ശരീരത്തിൽ നിന്ന് വസ്ത്രം മാറ്റിക്കളയുന്നവർ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ, അവനിൽ നിന്ന് ഈമാൻ ഉയർന്നു നിൽക്കുന്നതാണ്. രാത്രിയുടെ ഇരുട്ടില്, ഏകാന്തതയുടെ വിജനതയില്, ഏത് സമയത്താണെങ്കിലും ആര് കണ്ടാലും ഇല്ലെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. അങ്ങനെ അവൻ ഔറത്ത് വെളിവാക്കി പോയാൽ പാതിരാവിന്റെ കൂരിരുട്ടില് അല്ലെങ്കിൽ ഏകാന്തതയുടെ വിജനതയില് അവന് വിവസ്ത്രനായി തീർന്നാൽ, അവൻ യജ്ഞനായി മാറിയാൽ അവനിൽ നിന്ന് ഈമാൻ ഉയർന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെയാണ് ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ഭാര്യയിൽ നിന്ന്, ഭാര്യയെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, ഭർത്താവ് അറിയാത്ത രഹസ്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ആ ഭാര്യയുടെ സ്നേഹം ഉയർന്നു പോകുന്നതാണ്, ഭർത്താവിന്റെ സ്നേഹം മാറി നിൽക്കുന്നതാണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക. നിനക്ക് സംശയമുണ്ടാക്കുന്ന കാര്യങ്ങള്, നിന്നെ ഒരാൾ സംശയിക്കുന്ന കാര്യങ്ങൾ നീ ജീവിതത്തിൽ ചെയ്യരുതേ. സംശയത്തിന് കാരണമാകുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുക, സംശയമുണ്ടാക്കാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹഫ്സ
റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരുഭൂമിയുടെ വിജനതയിലൂടെ കൂരിരുട്ടിലൂടെ നടന്നു പോകുമ്പോ രണ്ട് സ്വഹാബത്ത് അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരികയാ. സ്വഹാബത്ത് നബിയെ കണ്ടപ്പോ സലാം പറഞ്ഞു. സലാം അടക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബ ഹാദിഹി സൗജതു ഹഫ്സാ. സ്വഹാബത്തെ, എന്റെ കൂടെയുള്ളതെന്റെ ഭാര്യ ഹഫ്സയാ. എന്റെ കൂടെയുള്ളതെന്റെ ഭാര്യ ഹഫ്സയാ. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ തിരുദൂതരേ, ഞങ്ങൾ അങ്ങേ സംശയിക്കുമോ? ഞങ്ങളെങ്ങാനും അങ്ങേ തെറ്റിദ്ധരിച്ചു പോകുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സ്വഹാബ, മനുഷ്യ ശരീരത്തിൽ രക്തോട്ടം നടക്കുന്ന എല്ലാ ഭാഗത്തും പിശാച് ലഅനത്തുല്ലാഹി അലൈഹി കയറി ചെല്ലുന്നതാണ്. അവന്റെ മനുഷ്യന്റെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആ സംശയത്തെ ദൂരീകരിക്കല്, ആ സംശയത്തിന് വക നൽകാതിരിക്കല് അനിവാര്യമാണ് സ്വഹാബ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ ജീവിതത്തിൽ നിന്റെ ഭർത്താവ് സംശയിക്കാൻ കാരണമാകുന്ന ഏത് കാര്യങ്ങളുണ്ടോ മോളെ, നീ അതകച്ചു നിർത്തുക. നിന്റെ ഭർത്താവിന്റെ സംശയത്തിന് കാരണമാകുന്ന ഒരു വാക്കും പ്രവൃത്തിയും നിന്നിൽ നിന്ന് ഉണ്ടാവാതിരിക്കുക. വല്ലതും ഉണ്ടായിപ്പോയാൽ അത് വേഗം തന്നെ തിരുത്തി കൊടുക്കണേ പൊന്നുമോള്. എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഭാര്യ നിന്നെ സംശയിക്കാൻ കാരണമാകുന്ന യാതൊരു വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും നിന്നിൽ നിന്നുണ്ടാവരുത്. അഥവാ ഉണ്ടായിപ്പോയാൽ ആ സംശയത്തെ ദൂരീകരിച്ചിട്ടല്ലാതെ നീ ഉറങ്ങരുത് സഹോദര. നബി മുഹമ്മദ് മുസ്തഫ എന്നും 5 മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് 2-3 ദിവസമായിട്ട് 5 മണിക്ക് വരുന്നില്ല. 5:30-6 മണിക്കായിട്ടാണ് വരുന്നത്. സ്വാഭാവികമായും ഭാര്യ ചോദിക്കും, എന്നും 5 മണിക്ക് വരുന്നതാണല്ലോ, എന്റെ ഇപ്പൊ 2-3 ദിവസമായിട്ട് 5:30, ഇന്നലെ 5:30 ഇന്ന് 5:45, എന്തേ അങ്ങനെ? നമ്മളെന്താ മറുപടി പറയാ? ഭർത്താക്കന്മാരെന്താ മറുപടി പറയാ? അതിപ്പോ എന്തിനാ നീ അറിയുന്നത്? എനിക്ക് എവിടെല്ലാം പോകണ്ടാവും, ഞാൻ പോണൊക്കെ നിന്നോട് പറഞ്ഞിട്ട് വേണോ പോവാൻ? അല്ലേ? അങ്ങനല്ലേ മറുപടി കൊടുക്കുക? അങ്ങനെയാ സാധാരണ കൊടുക്കാറുള്ളത്. എന്നാൽ അതങ്ങോട്ട് കേൾക്കുന്നതോടുകൂടെ ഓളെ മനസ്സിൽ ലഡ്ഡു പൊട്ടി, ഒരു സംശയമല്ല. പിന്നെ ഓളി ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്ക, സുബ്ഹാനല്ലാഹ്, ഞാനും എന്റെ മക്കളും വഴിയാതാരാവോ റബ്ബേ, ഇയാൾ എവിടേക്കാണ് ഇപ്പൊ ഈ പോണത്? നാളങ്ങളൊരു 5-6 മണിയാകുമ്പോഴേക്ക് വന്നു നോക്കിയേ, ഓളം മുഖത്തുള്ള ആ ഒരു കാർമേഘം കാണണം. ഭാര്യന്റെ മനസ്സിൽ അത് മുതൽ സംശയമായി. ഇനി അനക്കവും മടക്കവും ഒക്കെ നിങ്ങൾ കുറച്ചേരം വല്ല തലവേദനയായിട്ട് മിണ്ടാണ്ടിരുന്ന് നോക്കി. അപ്പോഴോള് പറയും, ഓ ആരൊക്കെ ചിന്തിച്ചിരിക്കാളില്ലേ, അങ്ങനത്തെ ചിന്തിക്കാലോ, നമ്മളൊന്നും വേണ്ടല്ല. ഇങ്ങനെ ഒരു സംശയത്തിന് കാരണം വെച്ചു കൊടുക്കരുതെന്ന് മുത്തുനബി. എന്ത് നേരം വൈകിയത്? ഞാൻ വരുന്ന സമയത്ത് ചെറുക്കന്മാർ അവിടെ ആൽത്തറം ഇരിക്കുന്നുണ്ടായിരുന്നു, അവരോട് കുറച്ചേരം വർത്താനം പറഞ്ഞു തന്നതാ. കാര്യമായിട്ട് ബോധിപ്പിച്ചു കൊടുക്കുക. നിന്നോട് ചോദിക്കാൻ അർഹതപ്പെട്ടവളാണ് അവൾ. ഇനി എന്തുകൊണ്ട് നേരം വൈകി എന്ന വിശദീകരണം നീ നൽകാൻ ബാധ്യസ്ഥനാണ്. നിന്റെ ഭാര്യയുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നീ ജനിപ്പിക്കരുത്. ഭാര്യമാര് ശ്രദ്ധിക്കണം. കുട്ടിയുടെ വാപ്പ വീട്ടിലേക്ക് വിളിച്ചപ്പോ ഫോണ് ബിസിയാ. ഓൻ പുറത്തു പോയി, വീട്ടിലേക്ക് വിളിച്ചപ്പോ ഫോണ് ബിസിയാ. പിന്നെ അടിച്ചപ്പോഴും ബിസി. 3ാമത് അടിച്ചപ്പോഴാണ് ഓള് ഫോൺ എടുത്തത്. സ്വാഭാവികമായിട്ടും ഭർത്താവ് എന്ത് ചോദിക്കുക? ഞങ്ങളൊന്നും ഭർത്താക്കന്മാരല്ല ഉസ്താദേ, അതുകൊണ്ട് ഞമ്മക്കൊന്നും അറിയില്ല അല്ലെ മക്കളെ. സ്വാഭാവികമായും ഭർത്താവ് ചോദിക്കും, എന്ത്, ആരെ വിളിച്ചിരുന്നു അല്ലേ, ആരെ വിളിച്ചിരുന്നു ചോദിക്കും.
ഭാര്യമാര് രണ്ടു കൂട്ടത്തില് ഒന്നില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും, മറുപടി പറയൂല, കേട്ടിട്ടില്ല എന്ന് നടിക്കും. ഇല്ലെങ്കിലോ അതൊരാളാണ്, അല്ലെ അത് വേറൊരാളാണ്, അല്ലെ നിങ്ങൾ അറിയാത്ത ആളാണ്, അല്ലെ അത് ഞങ്ങൾ എന്തിനാ അറിയുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പോയാൽ പിന്നെ ഓനിങ്ങനെ ചിന്തിക്കും, അത് ശരി ഞാൻ വീട്ടിലില്ല, കുട്ടികളെ സ്കൂൾക്കും പോയി, ആ സമയത്ത് ഓളെ ഫോണ് ബിസി, എന്ത് പാരായിരിക്കും. ഇവനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിറ്റേന്ന് മുതൽ ഇവന്റെ റഡാർ ഇങ്ങനെ കറങ്ങുക, ഇവളെ ഓരോ വാക്കും പ്രവൃത്തിയും. ഇനി കഷ്ടകാലത്തിന് അന്ന് രാത്രി ഉറക്കിലോട് വല്ലതും സംസാരിച്ചാൽ പിന്നെ പറയും വേണ്ട, പുലിവാല് തീരൂല. സുബ്ഹാനല്ലാഹ്, കുഴപ്പത്തോട് കുഴപ്പമായിരിക്കും, ഒരു സംശയം വേണ്ട. ആ സ്ഥാനത്ത് ഭർത്താവ് ചോദിക്കുക, ആരെ വിളിച്ചിരുന്നത്? ഇന്ന ആളാ വിളിച്ചിരുന്നത്. എന്തിനാ വിളിച്ചിരുന്നത്? അത് ഇന്ന ആവശ്യത്തിനാ വിളിച്ചിരുന്നത്. ഉള്ളത് പോലെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. സംശയമുണ്ടാക്കുന്ന കാര്യങ്ങള് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണേ. സംശയം എന്നേതുകമാകുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തുക. സംശയം ജനിപ്പിക്കാത്ത കാര്യങ്ങള് നിങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇനി വല്ലതും നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയാൽ അതിന്റെ നിജസ്ഥിതി നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാ ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഒന്നും കൂടെ ഇറങ്ങി ചിന്തിച്ചാൽ അർത്ഥം പറയാം. ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ തുറക്കപ്പെട്ട പുസ്തകമാവണം. ഭർത്താവ് ഭാര്യയുടെ മുമ്പിലും ഒരു തുറക്കപ്പെട്ട പുസ്തകമാവണം. ഭാര്യയും ഭർത്താവും തുറക്കപ്പെട്ട ഒരു പുസ്തകമായിരിക്കണം. എല്ലാം പരസ്പരം തുറന്ന് സംസാരിക്കുന്ന, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സംസാരിക്കുന്ന, സന്തോഷമാവട്ടെ, സന്താപമാവട്ടെ, വിഷമമാവട്ടെ, ബുദ്ധിമുട്ടാവട്ടെ, വീട്ടിലേക്ക് കയറി വരുന്ന ഭാര്യ ഭർത്താവ് കാണുന്നത് ഭാര്യ ഒരു ഭാഗത്ത് കിടക്കുന്നതാണ്. എന്തേ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉള്ളത് ഉള്ള പോലെ പറയാൻ എന്റെ പൊന്നു പെങ്ങളെ എനിക്ക് സാധിക്കണേ, എനിക്ക് കഴിയണേ എന്നും കളിച്ചിരിയോടെ മക്കളോട് സ്നേഹത്തോടെ പെരുമാറാറുള്ള പ്രിയപ്പെട്ട മക്കളെ പിതാവ് ഇന്നെന്തോ ഒരു ശോകമുഖമായിരിക്കുകയാ, ഇന്നെന്തോ മുഖത്ത് തെളിച്ചമില്ല. ആ ഭാര്യ ചോദിക്കണം, പ്രിയപ്പെട്ടവരെ എന്തേ മുഖത്തൊരു വിഷമം, എന്തേ ഒരു സങ്കടമുള്ള പോലെ? എന്താണെങ്കിലും സത്യം സത്യമായി നീ അത് തുറന്ന് പറയണം മോനെ. പ്രിയപ്പെട്ട ഭർത്താക്കളെ, ഭാര്യമാരെ, ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാവണം. എല്ലാം തുറന്ന് സംസാരിക്കാൻ, നിന്റെ എല്ലാ രഹസ്യ പരസ്യങ്ങളും പറയാൻ. ലോകത്തൊരേ ഒരു പെണ്ണുണ്ടെങ്കിൽ ഉണ്മയോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ഷെയർ ചെയ്യാൻ അവകാശമുള്ള ഒരേ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നിന്റെ ഭാര്യ മാത്രമാണ്. നിന്റെ ലൈംഗികതയുടെ, നിന്റെ വികാരത്തിന്റെ, വിചാരത്തിന്റെ വേലിയേറ്റങ്ങൾ പൊന്നുമ്മയോട് പറയാൻ സാധ്യമല്ല. എന്നാൽ അത് പങ്കുവെക്കാൻ, അത് പറയാൻ ഒരേ ഒരാൾ ലോകത്തുണ്ടെങ്കിൽ അത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. പെണ്ണെ, അത് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാ. അതുകൊണ്ട് തന്നെയാണ് ഒരു തുറന്ന പുസ്തകമാവണേ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് പറയണേ, കേൾക്കാനുള്ളത് കേൾക്കണേ. ഭർത്താവിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ പൊന്നു പെങ്ങളെ നിനക്ക് സാധിക്കണേ. അത് എത്ര ചെറിയ സന്തോഷമായാലും എത്ര വലിയ കാര്യമായാലും തിരിച്ചും അങ്ങനെ തന്നെ. ഭാര്യയുടെ ജീവിതത്തിൽ, ഭാര്യയുടെ ഒരു ദിവസത്തിൽ ഒരു സന്തോഷമുണ്ടായാൽ അത് ഭർത്താവിനോട് തുറന്ന് പറയണേ. ആ തുറന്ന് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരെ, ആ സന്തോഷത്തില് അതേറെ ചെറിയ സന്തോഷമാണെങ്കിലും ആ സന്തോഷത്തിൽ നീ അവളോടൊന്നിച്ചിട്ട് സന്തോഷം പങ്കുവെക്കണേ. പരിശുദ്ധ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുകയാ. ആയിഷയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് എന്തോ ഒരു സന്തോഷമുള്ളതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചെന്നു അസ്സലാമു അലൈകി യാ ആയിഷ. ആയിഷ റളിയല്ലാഹു അൻഹയോട് സലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ആയിഷ പ്രിയപ്പെട്ടവളെ, എന്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടല്ലോ, മുഖത്തെന്റെ ഒരു സന്തോഷമുണ്ടല്ലോ ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാ, യാ റസൂലല്ലാഹ് ആയതൻ മിനൽ ഖുർആൻ ഹഫിൽതു ആയതൻ മിനൽ ഖുർആൻ. നബിയേ, ഖുർആനിൽ നിന്നൊരായത്ത് ഞാൻ കാണാതെ പഠിച്ചു നബിയേ. ഖുർആനിൽ നിന്ന് ഒരായത്ത് ഞാൻ കാണാതെ പഠിച്ചു നബിയേ. ഇതങ്ങ് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ആയിഷയുടെ നെറ്റിത്തടത്തിൽ ഒരു ചുംബനം നൽകിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാറകില്ല ആയിഷ, ആയിഷ നിനക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ പെണ്ണേ. ഖുർആനിലെ ഒരു ആയത്ത് മനഃപ്പാടമാക്കി എന്ന് ഭാര്യ സന്തോഷത്തോടെ പറഞ്ഞപ്പോ ആ സന്തോഷം പങ്കുവെച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, ഏത് ചെറിയ സന്തോഷമാണെങ്കിലും എത്ര വലിയ സന്തോഷമാണെങ്കിലും അതിൽ നിങ്ങൾ അവരോടൊന്നിച്ചിട്ട് ഭാഗമാക്കാവണേ, അവരോടും ആ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരണേ. അതുപോലെ തന്നെ എത്ര ചെറിയ ദുഃഖമാണെങ്കിലും ആ ദുഃഖത്തിൽ നിങ്ങൾ ഭാര്യയോടൊന്നിച്ചിട്ട് പങ്കുചേരണേ. ഭർത്താവിന് ആശ്വാസത്തിന്റെ വചനാമൃത പകരണേ. എത്ര ചെറിയ ദുഃഖമാവട്ടെ, എത്ര വലിയ ദുഃഖമാവട്ടെ. നമ്മള് വീട്ടിൽ ചെന്നപ്പോ ഓള് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. എന്തേടേ, എന്തിനാ ഇങ്ങനെ കനപ്പിച്ചിരിക്കുന്നു? എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? അതിന്ന് കറി വെക്കുന്ന മണ്ണിന്റെ കലം പൊട്ടിപ്പോയി. എന്റെ ഇരുത്തം കണ്ടപ്പോ ഞാൻ കേട്ടു നിന്റെ അമ്മയ്ക്ക് മരിച്ചു. നമ്മൾ അങ്ങനെ പറയാം. എന്റെ ഇരുത്തം കണ്ടപ്പോ ഞാൻ കേട്ടു നിന്റെ തള്ള ചത്തു. അനക്കണ് പറയും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെയ്യരുതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയണം. ഒരു കലല്ലേ പൊട്ടിയത്, അത് സാരമില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ മാർക്കറ്റിൽ പോകുമ്പോ ഞാൻ അങ്ങനത്തെ അതിലേറെ നല്ലൊരു കാര്യം വാങ്ങിച്ചിട്ട് വരാം. ഒരു വാക്ക് പറഞ്ഞാ മതി, ആ മുഖത്തുള്ള വിഷമം നീങ്ങിപ്പോകും സഹോദര. അല്ലെങ്കിൽ ഭർത്താവ് രാവിലെ ജോലിയൊക്കെ ഉണ്ടാവുന്ന എഴുതിയിട്ട് പിന്നെ പണിക്കെടുക്കേണ്ട ഡ്രസ്സൊക്കെ മടക്കി പിടിച്ചിട്ടാ പോയത്. പോയി ലോക്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. അത് കണ്ടപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങളെ പോക്ക് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നിങ്ങളൊന്നും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോയിരുന്നു. ആ വർത്താനം പറഞ്ഞാല് അല്ലെങ്കിലേ പണി കിട്ടാത്ത ദേഷ്യത്തിലാ വരുന്നത്. ആ കൂടെ ഓളൊരു കമന്റ്, ഒരു പരിഹാസവും കൂടെ. കയ്യെത്തുന്ന ദൂരത്താണ് ഈ ചപ്പകുറ്റി നോക്കിയിട്ട് ഒരൊറ്റ ഒന്നാണ് കൊടുക്കും. ഭർത്താവ് വരുമ്പോ ഭാര്യ ചോദിക്കണം, എന്തേ മടങ്ങി പോന്നേ? ഇന്ന് ജോലിയില്ല. സാരില്ല, ഒരു ദിവസം ഇപ്പൊ ജോലി ഇല്ലാന്ന് എഴുതിട്ട് ഈ ഒരു ദിവസം എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാലോ, അങ്ങനെ പറയാം. കാണണമെന്നില്ലെങ്കിൽ അങ്ങനെ പറയാം. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടാവുമല്ലോ. ആ ഒരു വാക്ക് മതി എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടാൻ. ആ ഒരു വാക്ക് മതി മല പോലെ വന്നത് മഞ്ഞ് പോലെ പോവാൻ. അത് തന്നെയാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. സന്തോഷമായാലും സന്താപമായാലും ദുഃഖമായാലും ഏത് ഘട്ടത്തിലും ആണുങ്ങളെ, പെണ്ണുങ്ങളെ, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ പരസ്പരം പങ്കാളികളാകണേ. കാരണം അള്ളാന്റെ പരിശുദ്ധ ദീന് ഭാര്യ എന്നല്ല പറഞ്ഞത്. ഭാര്യ എന്ന മലയാള വാക്കിന്റെ അർത്ഥം ഭർത്താവിനാൽ ഭരിക്കപ്പെടുന്നവളെന്നാണ്.
ഖുർആൻ പറഞ്ഞത് ഇണകൾ എന്നാണ് അർത്ഥം. ഇണ എല്ലാത്തിലും പങ്കാകുന്നവർ ഇണകൾ എന്നാണ്. വിചാരത്തിലും വികാരത്തിലും ഉണർവിലും ഉറക്കിലും ഊണിലും പട്ടിണിയിലുമെല്ലാം സന്തോഷത്തിലും സന്താപത്തിലും രാവും പകലുമെല്ലാം ഒരുമിച്ചുണ്ടാകുന്ന ഇണകൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്തത്. അതുകൊണ്ട് തന്നെയാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഏത് ഘട്ടത്തിലും നിങ്ങൾ പരസ്പരം പങ്കാളികളാകണേ. പോരാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ, ഭാര്യമാരെ ഭർത്താക്കന്മാരെ, ഭാര്യ ഭർത്താവിനോട് കളി തമാശ പറയാൻ സമയം കണ്ടെത്തണേ. ഭർത്താവ് ഭാര്യയോട് കളി തമാശ പറയണേ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയും ഭർത്താവും പരസ്പരം കളി തമാശ പറയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാ, നബിയേ, നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുക, ആരോട്? ലോകത്തിന്റെ നേതാവിനോട്. ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാസമാണ്. കോടാനക്കോടി മനുഷ്യമക്കൾ അതരങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപദാനങ്ങൾ തേനാറ് പോലെ മദീന മുനവ്വറയിലേക്ക് ഒഴുകുന്ന മാസമാണ്. അതുകൊണ്ട് ചെറു സഹോദര, സ്വലാത്ത് മുറിഞ്ഞു പോകരുതേ. അല്ലാഹു നമ്മുടെ സദസ്സ് പിരിയുന്നതിന് മുമ്പ് 1000 സ്വലാത്തുകൾ മദീന മുനവ്വറയിലേക്ക് അല്ലാഹു എത്തിക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാ, നബിയേ, നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ തയ്യാറാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രിയപ്പെട്ട ഭാര്യ ആയിഷയും ഓട്ട മത്സരം നടത്തുക. നമ്മള് ഇവിടെ വിവാഹിതരായ ആണുങ്ങളും പെണ്ണുങ്ങളും ഇന്ന് വീട്ടിൽ ചെന്നിട്ടൊന്ന് നെഞ്ചത്ത് കൈ വെച്ചിട്ട് ചിന്തിക്കുക, നമ്മൾ ചിലപ്പോൾ തീറ്റ മത്സരം നടത്തിയിട്ടുണ്ടാവും, അല്ലെ? തീറ്റ മത്സരം ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാവും, ഓട്ട മത്സരം നടത്തിയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് റമളാൻ മാസമാണെങ്കിൽ, അല്ലെ? റമളാൻ മാസമാണെങ്കിൽ പിന്നെ തീറ്റ മത്സരത്തിന്റെ കൂട്ടം പറയും വേണ്ട. സുബ്ഹാനല്ലാഹ്, റെയിൽവേ ഗേറ്റ് തുറന്ന പോലെ ആയിരിക്കും ഉള്ളിലേക്ക് വിടുക. എല്ലാം ഒരുമിച്ച്, ബസ്സും പോവും, കാറും പോവും, ജീപ്പും പോവും, ഓട്ടോയും പോവും, സൈക്കിളും പോവും. ഇനി പോവാത്തൊന്നും ബാക്കി ഉണ്ടാവില്ല. ആ കോലത്തിലായിരിക്കും, അല്ലേ? എപ്പോഴെങ്കിലും നമ്മൾ ഭാര്യയോടൊന്ന് കളിക്കാന് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നോക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ തയ്യാറാണ് ആയിഷ. അങ്ങനെ ഒരു വരയൊക്കെ വരച്ചു. രണ്ടാള് റെഡി 1 2 3 എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. ആ കാണുന്ന ഈത്തപ്പന്റെ അടുത്തേക്ക് ആരാണ് ആദ്യം എത്തുക അവരാണ് വിജയികൾ. ആയിക്കോട്ടെ, രണ്ടാള് റെഡിയായി. റെഡി 1 2 3 ഓടി. ആരാ ജയിച്ച? സാധാരണ ആരാ ജയിക്ക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിക്കും, ഉറപ്പല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പരാജയപ്പെടൂലല്ലോ. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജയിച്ചില്ല. നബി തോറ്റുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തോറ്റുകൊടുത്തു. എന്തിനെ തോറ്റത്? താനെങ്ങാനും വിജയിയായി പ്രഖ്യാപിച്ചാൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മനസ്സ് നൊമ്പരപ്പെട്ടു പോകുമോ? ഞാൻ ജയിച്ചാൽ അത് ആയിഷാക്ക് വിഷമാവോ എന്ന് കരുതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനഃപൂർവ്വം ഓട്ടത്തിൽ നിന്ന് പിന്തി. ആയിഷ റളിയല്ലാഹു അൻഹ ജയിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, ലോകത്തിന്റെ നേതാവിനെ പരാജയപ്പെടുത്തിയവളാണ് നീ. അഭിനന്ദനം കൊടുത്തു. ആയിഷ ബീവിയെ ജയിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ ജയിപ്പിച്ചതിന് ഒരു അഭിനന്ദനം കൂടെ കൊടുത്തു. ലോകത്തിന്റെ നേതാവിനെ തോൽപ്പിക്കാൻ മാത്രം
എന്റെ ഭാര്യ മുതലാണ് കേട്ടാ. അള്ളാന്റെ റസൂൽ ഒരു അഭിനന്ദനം കൂടെ കൊടുത്തു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയോട് അങ്ങോട്ട് ചോദിച്ചു, ആയിഷ, നമുക്ക് ഒന്നും കൂടെ ഓട്ടമത്സരം നടത്തിയാലോ? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാ ചോദിക്കുന്നത്. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ തയ്യാറാണ് നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരും ഓട്ടമത്സരം ആരംഭിച്ചു. അന്ന് ആയിഷ ബീവി തോറ്റു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജയിച്ചു. അന്ന് തോറ്റത് ആയിഷയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയിച്ചു. വിജയിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, നബിയേ, അന്ന് ഞാൻ തടി കുറവായിരുന്നു, ഇന്ന് തടി കൂടിയത് കൊണ്ട് എനിക്ക് ഓടാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ തോറ്റത്. എന്തിനും ന്യായം ഉണ്ടാവുമല്ലോ. പെണ്ണുങ്ങൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. എന്തിനും ന്യായം പറയാനുണ്ടാവും. കുട്ടിനെ മേശപ്പുറത്ത് വെച്ച് പെട്ടെന്ന് ഫോൺ വന്നപ്പോ അത് എടുക്കാൻ വേണ്ടി പോയി. ഇരുത്തോടത്ത് ഇരിക്കാത്ത കുട്ടിയെന്ന് കൂട്ടിക്കോ, കുട്ടി താഴെ വീണ്. ഓളോട് ചോദിച്ചു നോക്കിയേ, എന്തേ കുട്ടി വീണ്? നിങ്ങൾക്കണ്ട് പിടിച്ചുകൂടായില്ലേ? നിങ്ങൾ നോക്കിക്കല്ലായിരുന്നു. ന്യായം ഓളെടുത്തുണ്ടാവും, ഒരു സംശയമില്ല. ന്യായം ഉണ്ടാവുള്ളടുത്ത്. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ന്യായം പറഞ്ഞു. അന്ന് ഞാൻ തടി കുറവായിരുന്നു, എനിക്ക് നല്ലോണം ഓടാൻ വെച്ചിരുന്നു. ഇപ്പൊ തടി കൂടിയത് കൊണ്ട് പഴയ പോലെ ഓടാൻ വയ്യ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതേ ആയിഷ, നീ തടിയുള്ളവളായത് കൊണ്ട് നിനക്ക് ഓടാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് തന്നെയാ ഞാൻ ജയിച്ചത്. അല്ലെങ്കിൽ നീ തന്നെ ജയിക്കുമായിരുന്നു. അവിടെ ജയിച്ചത് ഞാനാണെങ്കിൽ ക്രെഡിറ്റ് ആർക്ക് കൊടുത്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യക്ക് കൊടുത്തു. കാരണം എന്തേ? പരസ്പരം മനസ്സ് വേദനിക്കാതിരിക്കാൻ കളിയിൽ പോലും തന്റെ ഭാര്യയുടെ മനസ്സ് വേദനിക്കരുത് എന്ന് ലോകത്തോട് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഭാര്യയോട് പരസ്പരം ഒന്ന്, ഭാര്യയും ഭർത്താവും പരസ്പരം വിനോദത്തിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തണേ. ഒന്ന് കളിച്ചിരിച്ച് തമാശയിലൊക്കെ ആയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ, ഇടയ്ക്കൊന്ന് പുറത്തൊക്കൊന്ന് പോവാ, ഇതൊക്കെ വേണം, അതൊക്കെ ആവശ്യമാണ്. നോക്കണേ. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് വല്ലാത്ത കാര്യങ്ങളാ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാ, ആയിഷ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് എങ്ങനെയാ പെരുമാറിയിരുന്നത്? ആയിഷ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എങ്ങനെയാ നിങ്ങളോട് പെരുമാറിയിരുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്നോട് സലാം പറയും, എന്നിട്ട് എനിക്ക് ചില സമയത്ത് കൈതലും മുസാഫഹത്ത് ചെയ്യും, ചില സമയത്ത് എന്റെ കവിൾത്തടത്തിലോ നെറ്റിത്തടത്തിലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിക്കുകയും ചെയ്യുമെന്ന് മഹദിയായ ആയിഷ തുഹ്റാ റളിയല്ലാഹു അൻഹാ വീട്ടിക്ക് കയറി വരുമ്പോ ഭാര്യയോട് സലാം പറയാൻ, ഭാര്യക്ക് മുസാഫഹത്ത് ചെയ്യാൻ, ഭാര്യയുടെ കവിൾത്തടത്തിൽ ഒരു ചുംബനം കൊടുക്കാൻ കൽപ്പിക്കുകയല്ല, പ്രവർത്തിച്ച് കാണിച്ചു തന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര ഭർത്താക്കന്മാര് വീട്ടിൽ നിന്ന് പോരുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും ഭാര്യയോട് സലാം പറയാറ് അല്ലെ? ഗൾഫേരായ ആൾക്കാർ ചിലപ്പോ വിളിക്കുമ്പോ സലാം പറഞ്ഞു വരും, ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുമ്പോ. അല്ലാത്ത സമയത്ത് ഇന്ന് വീട്ടിൽ നിന്ന് പോയുമ്പോ ഭാര്യനോട് സലാം പറഞ്ഞിറങ്ങി പോകുന്ന എത്ര ഭർത്താക്കന്മാര്, ഉള്ള ഭർത്താക്കന്മാർ എത്ര ആളീ കൂട്ടത്തിലുണ്ടാവും? ഭാര്യനോട് സലാം പറഞ്ഞു പോകുന്നവര്, ഭാര്യക്ക് മുസാഫഹത്ത് ചെയ്യുന്ന എത്ര ആൾക്കാരും ഭാര്യക്ക് കൈ കൊടുക്കുന്നത് എന്താ? എത്ര ആൾക്കാർ വീഴാൻ പോകുന്ന പോലും അവിടെ കയ്യുമെന്ന് പിടിക്കാൻ മടിയാണ്. വീഴാൻ പോവാണെന്നെങ്കിൽ പോലും അപ്പുറത്ത് നടന്നു പോകണോട് വീഴാണെങ്കിൽ ഓളെ കയ്യുമല്ല അരക്കട്ടി വേണമെങ്കിൽ പോയി പിടിക്കാൻ തയ്യാറായിരിക്കും. കെട്ടിയോട് വീഴാൻ പോവാണെങ്കിൽ കുറെ നേരമായി പിന്നാലെ കൂടിയിട്ട് ആ ഒരു ചിന്താഗതിയായിരിക്കും. സുബ്ഹാനല്ലാഹ്.
അള്ളാന്റെ റസൂല് മുസാഫഹത്ത് കൊടുക്കുക മാത്രമല്ല ചില സമയത്ത് കബിൾ തടത്തിലോ അല്ലെങ്കിൽ നെറ്റിത്തടത്തിലോ ചുംബനം കൊടുക്കും. മാത്രമല്ല ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞാൻ ഭക്ഷിച്ച ഭക്ഷണത്തിന്റെ ബാക്കി അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷിക്കുമെന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ എന്നിട്ടൊരു സംഭവം പറയുകയാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലിരിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ആപ്പിൾ കൊണ്ടുവന്ന് കൊടുത്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആപ്പിൾ നേരെ എനിക്ക് നീട്ടി തന്നു. മുത്തുനബിക്ക് ആപ്പിളിനോട് വല്ലാതെ ഇഷ്ടമാണ്. പക്ഷേ എന്നിട്ടും അവിടുന്ന് അത് ഭക്ഷിച്ചില്ല. അവിടുന്ന് എന്റെ കയ്യിലേക്കാണ് അത് തന്നത്. അവിടെ ഒരു പാഠമുണ്ട്. നമ്മള് ഭർത്താക്കന്മാര് ഹോട്ടലിൽ പോയിട്ട് നല്ല ഫാസ്റ്റ് ഫുഡ് അടിച്ചു മാറിപ്പോരും. ഭർത്താക്കന്മാര് ഹോട്ടലിൽ പുറത്തു പോയിട്ട് ഫാസ്റ്റ് ഫുഡ് പോയിട്ട് നല്ല അടിച്ചു മാറി വരും. ഈ പാവ ഉണക്കമാന്തളം പൊരിച്ചങ്ങാണ്ട് പിന്നെ പയറുപ്പേരി ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുക. കുട്ടികളെ വാപ്പ വന്നിട്ട് കുട്ടികൾ ഉറങ്ങി, ഇനി ഏതായാലും ഓർക്കും കൂടെ ചോറ് കൊടുത്തിട്ട് ഉറങ്ങാം, നമുക്ക് വയ്ക്കാം. ആ സാധു തിന്നൂല, ഭാര്യ തിന്നൂല. ഭർത്താവ് വന്ന് മൂപ്പരിക്ക് കൊടുത്തിട്ട് വയ്ക്കാന്ന് കരുതിയിട്ട് ഈ പാവ ഉണക്കമാന്തളം പൊരിച്ച് കൂട്ടാനുണ്ടാക്കിയിട്ട് കാത്തിരിക്കും. 10-10 ആകുമ്പോ ഓനിങ്ങനെ കയറി വരും. വീടിന്റെ ഉള്ളിൽ വയറെത്തിയാൽ ഓന് പുറത്തായിരിക്കും. ഞാനത് ഫിറ്റാക്കിയിട്ടാ വരിക. നിറച്ച് ഫിറ്റാക്കിയിട്ട് ഇങ്ങനെ വരും. ഭാര്യ പറയും, ചോറോളം പെട്ടെ, എനിക്കൊന്ന് വയറിനൊരു സുഖമില്ല, ഞാൻ കിടക്കട്ടെ കുറച്ചേരം. ഓനിക്ക് വയറിന് സുഖം ഉണ്ടാവോ? കാരണം JCB ടിപ്പർക്ക് മണ്ണിടുന്ന പോലല്ലേ ഇവനെ വാരി കൂട്ടിയിട്ടത്. ഇനി ഓനിക്ക് വല്ല ആശ്വാസം വയറിനുണ്ടാവോ? എന്നിട്ട് പോയിട്ട് ഒറ്റ കിടത്താ. പാവം ഭാര്യ വിചാരിക്കും, കുട്ടികളെ വാപ്പന്ന് ചോറ് വെച്ചിട്ടില്ല, മൂപ്പിന് വയ്ക്കണ്ട, ഞാൻ എങ്ങനെ വയ്ക്കാം, വേണ്ട എനിക്കും വേണ്ട. ആ പാത്രം അടിച്ചിട്ട് പൊട്ടത്തി പോയിട്ട് പട്ടിന് പോയി കിടക്കും. പാവം മഹാസാധു. ഇങ്ങനെ ചെയ്യരുത്. പുറത്തുനിന്ന് ആരെന്ത് ഭക്ഷണം കൊടുത്താലും അവിടുന്ന് അത് ഭക്ഷിക്കാറില്ല. ഭക്ഷിക്കുകയാണെങ്കിൽ അതിനോട് സമാനമായത് തന്റെ ഭാര്യമാർക്ക് കൂടെ തയ്യാറ് ചെയ്തിട്ടല്ലാതെ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഭക്ഷിക്കാറില്ല. വല്ലതും ആരെങ്കിലും കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പൊതിഞ്ഞുകൊണ്ട് വന്നിട്ട് അന്ന് ഏതൊരു ഭാര്യയുടെ വീട്ടിലാണോ താമസിക്കുന്നത് ആ ഭാര്യയ്ക്ക് അത് കൊടുക്കുമായിരുന്നു. ആരെന്തെങ്കിലും കൊടുത്താൽ, നമ്മള് പഴയ ഉപ്പാരും ഉമ്മാരൊക്കെ അങ്ങനെ ആയിരുന്നു. അവരെവിടെങ്കിലൊക്കെ പോയി വരുമ്പോ റബീഉൽ പള്ളിയിൽ നിന്ന് ചീരിഞ്ഞ് കിട്ടിയാല് അതിങ്ങനെ ആ തുണിന്റെ കോന്തലൊക്കെ കെട്ടിയിട്ട് അതും പിടിച്ചിട്ട് വരിക. എന്നിട്ട് കുട്ടിയുടെ ഉമ്മാന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കും, അന്നത്തെ ചീരിഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ആ ആപ്പിൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ കയ്യിൽ തന്നു. ഞാൻ അതൊന്ന് കടിച്ചു. ഞാൻ അതിൽ നിന്ന് 2 കടിയെടുത്തു. എന്നിട്ട് ആ ആപ്പിൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കൊടുത്തു. ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ കടിച്ച അതേ ഭാഗത്ത് കടിക്കുമോ? എന്റെ പല്ല് തട്ടിയ അതേ ഭാഗത്ത് കടിക്കുമോ? അതല്ല ആപ്പിളിന്റെ മറുഭാഗത്ത് കടിക്കുമോ? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ കടിച്ച ഭാഗത്ത് കടിക്കും. അതല്ലെങ്കിൽ എന്റെ തുപ്പുനീരും എന്റെ പല്ലിന്റെ സ്പർശനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലെന്നാണ് ആപ്പിളിന്റെ മറുഭാഗത്ത് കടിച്ചാൽ. ആയിഷ ബീബി ഇങ്ങനെ നോക്കുക, എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടാവുക? ഞാൻ കടിച്ചോടത്ത് കടിക്കോ അപ്പുറത്ത് കടിക്കോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആപ്പിളെടുത്തു. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എവിടെയാണോ കടിച്ചത് ആയിഷയുടെ പല്ല് എവിടെയാണോ അമർന്നത്, ആയിഷയുടെ തുപ്പുനീര് എവിടെയാണോ കലർന്നത്, അതേ ഭാഗത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പരിശുദ്ധമായ പല്ലുകളെ കൊണ്ട് ചുണ്ടുകളെ കൊണ്ട് കടിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ച അതേ ഭാഗത്ത്
ഭാഗത്ത് തന്നെ കടിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സങ്കടം വന്നുപോയി, വല്ലാത്ത സങ്കടം വന്നുപോയി. അല്ലാഹുവേ, ഞാൻ ആരെയാ സംശയിച്ചത്, ഞാൻ ആരെയാ സംശയിച്ചത് റബ്ബേ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ പരീക്ഷിച്ചത്? അവിടുത്തെ സ്നേഹത്തെയാണോ ഞാൻ പരീക്ഷിച്ചത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, നബിയേ, മാഫ് തരണേ നബിയേ, അങ്ങേക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ചതാ, എനിക്ക് മാഫ് തരണേ നബിയേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാഫ് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, ബഖാഉൽ മുഅ്മിനി ശിഫാ. ആയിഷ, ഒരു മുഅ്മിനിന്റെ ബാക്കി തിന്നൽ രോഗത്തിനുള്ള ശമനമാണ്. ഒരു മുഅ്മിന് തിന്നതിന്റെ ബാക്കി തിന്നൽ രോഗത്തിനുള്ള മരുന്നാണ്. ആയിഷ, ഭാര്യന്റെ ബാക്കി ഭർത്താവോ ഭർത്താവിന്റെ ബാക്കി ഭാര്യയോ തിന്നാൽ അവർക്കിടയിൽ അല്ലാഹു വേർപിരിയാത്ത സ്നേഹമുണ്ടാക്കുന്നതാണ്. ആയിഷ, ഭാര്യന്റെ ബാക്കി ഭർത്താവോ ഭർത്താവിന്റെ ബാക്കി ഭാര്യയോ തിന്നാൽ അവർക്കിടയിൽ പരസ്പര സ്നേഹമുണ്ടാകുന്നതാണ്. വേർപിരിയാത്ത സ്നേഹം അല്ലാഹു നൽകുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ ഭാര്യന്റെ ബാക്കി തിന്ന അത് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെ? ഭർത്താവിന്റെ ബാക്കി ഒരു പക്ഷേ പഴയ ഭാര്യമാരൊക്കെ തിന്നു വരും. ന്യൂ ജനറേഷൻ ഭാര്യമാർ അതുണ്ടാവില്ല. ന്യൂ ജനറേഷൻ ഇപ്പത്തെ പുതിയ പുതിയ ഭാര്യമാര് ഭർത്താവിന്റെ ബാക്കി തിന്ന പിന്നെ ഇവിടെ വേറെ ലാഞ്ഞിട്ടല്ലേ ഇപ്പൊ മൂപ്പര് ബാക്കി തിന്നത്. അതിനല്ലേ കോയിനെ പോറ്റുന്നത് വേണ്ട പോലെ കുട്ടികളെ വാപ്പാനെ ബാക്കി തിന്നാനല്ലേ. ഇനി അവിടുന്ന് മൂപ്പരടിനെ എടുത്തുണ്ടായാൽ അടുക്കള ബാക്കി തിന്നിട്ട് നമ്മൾ കോയിനെ വെച്ചിട്ട് പോയിക്കൊണ്ട് തിന്നൂല്ല, പെണ്ണുങ്ങളൊന്നുമില്ല. ഭർത്താക്കന്മാര് പിന്നെ ഭാര്യന്റെ ബാക്കി തീരെ തിന്നൂല, കാര്യം ഉറപ്പാണ്. പക്ഷെ തിന്നാൽ അവർക്കിടയിൽ വേർപിരിയാത്ത സ്നേഹമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളിൽ വരെ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ശബ്ദമുയർത്തിയിട്ട് ആയിഷ എന്ന് ദേഷ്യത്തോടെ എന്നെ വിളിച്ചിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ദേഷ്യത്തോടെ ആയിഷ എന്ന് പോലും എന്നെ വിളിക്കാറില്ല. എന്നിട്ടൊരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ വീട്ടിലിരിക്കുമ്പോ ഹഫ്സാ റളിയല്ലാഹു അൻഹയുടെ വേലക്കാരൻ ഒരു പാത്രത്തിൽ കുറച്ച് മധുര പലഹാരവുമായിട്ട് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മധുര പലഹാരം വല്ലാത്ത ഇഷ്ടമാണ്, മധുരത്തോട് വല്ലാത്ത ഇഷ്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അന്ന് റസൂലുള്ളാഹിയുടെ ഭക്ഷണമെല്ലാം കൊടുക്കേണ്ടത് ഞാനാണ്. എന്റെ വീട്ടിൽ താമസിക്കേണ്ട ദിവസമാണ്. അന്നത്തെ എല്ലാ ഭക്ഷണവും കൊടുക്കേണ്ടത് ഞാനാണ്. പക്ഷേ ഹഫ്സാ റളിയല്ലാഹു അൻഹ എന്ന റസൂലുള്ളാഹിയുടെ മറ്റൊരു ഭാര്യ എന്റെ ദിവസം എന്റെ വീട്ടിലേക്ക് മധുര പലഹാരം കൊടുത്തയച്ചപ്പോ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നുപോയി. ഞാൻ ആ വേലക്കാരന്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിനൊരു തടുപ്പ് കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഞാൻ ആ വേലക്കാരന്റെ കയ്യിലിരിക്കുന്ന പാത്രത്തിനൊരു തട്ട് കൊടുത്തു. ആ പാത്രം നിലത്ത് വീണു, അത് പൊട്ടിച്ചിതറിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമങ്ങ് വിവർണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലത്തിരുന്നു. എന്നിട്ട് ആ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആ മധുര പലഹാരങ്ങൾ ഇങ്ങനെ പെറുക്കി കൂട്ടാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ആയിഷ, പാത്രം പൊട്ടിച്ചതിന് ഉത്തരവാദിനിയാണ്. ഹഫ്സക്ക് വേറൊരു പാത്രം കൊടുക്കണേ ആയിഷ, ആയിഷ ഹഫ്സക്ക് മറ്റൊരു പാത്രം കൊടുക്കണേ. ഞാൻ ചെയ്തതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും മിണ്ടിയില്ല, എന്നോട് ദേഷ്യപ്പെട്ടില്ല.
നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കുട്ടിക്ക്, വേറെ ഭാര്യയല്ല പെങ്ങളോ ആരെങ്കിലും കൊണ്ടുവന്നു, ഭാര്യ നമ്മളെ തിന്നതിന് മുമ്പ് ഓള് പാത്രത്തിന് തട്ടങ്ങ് കൊടുത്ത് അത് നിലത്ത് വീണ് ആ ഭക്ഷണവും നാശായി, ആ പാത്രവും പൊട്ടി. നമ്മൾ എന്താ ചെയ്യാ? ഓളെ കവിൾത്തടത്തില് പിന്നെ തൃശ്ശൂർ പൂരത്തിന് പടക്കം പൊട്ടുന്ന പോലെ നാരണങ്ങൾ പൊട്ടിച്ചു അല്ലെ? ഓളെ കവിൾത്തടം പൊന്നിച്ചങ്ങനെ പാറും ചെവിന്റെ ഉള്ളിൽ കൂടെ, ആ കോലത്തിലാക്കൂലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടിയില്ല. അവിടെ നിലത്ത് ഇരുന്നിട്ട് ആ അന്ന ഭക്ഷണങ്ങളൊക്കെ പെറുക്കി കൂട്ടിയിട്ട് പറഞ്ഞു, പാത്രം പൊട്ടിച്ചിന് പകരം വേറെ പാത്രം കൊടുത്തു ആയിഷ. കുറച്ചു കഴിഞ്ഞപ്പോ ആയിഷ ബീവിന്റെ ദേഷ്യമൊക്കെ മാറി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിച്ചു, റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ മധുര പലഹാരങ്ങളോ. ആ മധുര പലഹാരം ഹബീബിന്റെ ഇഷ്ടമറിഞ്ഞിട്ടാണല്ലോ ഹഫ്സ റളിയല്ലാഹു അൻഹ കൊടുത്തയച്ചത്. ഞാനതെന്തിനെ നശിപ്പിച്ചു കളഞ്ഞതല്ല. ആയിഷ റളിയല്ലാഹു അൻഹ നേരെ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ചെന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഈ സാധുവായ ഈ വിദ്യയായ ആയിഷയ്ക്ക് മാപ്പ് തരണേ, എനിക്ക് പുറത്തു തരണേ നബിയേ, എനിക്ക് മാപ്പ് നൽകണേ നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, അങ്ങനെ ഞാൻ ചെയ്തിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. കാരണം എന്തേ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം ദാമ്പത്യ ജീവിതത്തിന്റെ നാഴികക്കല്ലാണ്, വിജയത്തിന് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ്. ഭാര്യന്റെ അടുത്തൊരു തെറ്റ് കാണുമ്പോ അത് പുറത്തു കൊടുക്കാനും സ്നേഹത്തിലൂടെ തിരുത്താനും ഭർത്താക്കള് തയ്യാറാവണം. ഭർത്താവിന്റെ അടുത്തൊരു തെറ്റ് കണ്ടാൽ അവനെ ക്രൂശിക്കുന്നതിന് പകരം സ്നേഹത്തോടെ അത് തിരുത്തിയെടുത്തിട്ട് മാറ്റിയെടുക്കാൻ ഭാര്യമാരെ നിങ്ങൾക്ക് സാധിക്കണേ. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവം ദാമ്പത്യ ജീവിതത്തില് അതിന്റെ വിജയത്തിന് മർമ്മപ്രധാനമായ കാര്യമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, പുകഴ്ത്തേണ്ടിടത്ത് ഭാര്യയെ പുകഴ്ത്തേണ്ടിടത്ത് ഭർത്താവിനെ പുകഴ്ത്താൻ ഭാര്യയും ഭർത്താവും മടി കാണിക്കാൻ പാടില്ല. ഭാര്യയെ പുകഴ്ത്തി പറയേണ്ടിടത്ത് പുകഴ്ത്തി പറയണം, ഭർത്താവിനെ പുകഴ്ത്തി പറയേണ്ടിടത്ത് പുകഴ്ത്തി പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ഒരു പെണ്ണ് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവിന് അദ്ദേഹത്തിന്റെ കുടുംബങ്ങളാണ് ഏറ്റവും വലുത്. എനിക്ക് ഭർത്താവിന്റെ ജീവിതത്തില് ഒരു സ്ഥാനവുമില്ല നബിയേ, ഒരു സ്ഥാനവുമില്ല. എന്റെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല. അദ്ദേഹത്തിന്റെ ഉമ്മയും പെങ്ങന്മാരുമാണ് അദ്ദേഹത്തിന് വേണ്ടത്. എന്റെ കുടുംബത്തോട് അദ്ദേഹത്തിന് സ്നേഹമില്ല, എന്റെ കുടുംബത്തോട് അടുപ്പമില്ല, എന്റെ മാതാപിതാക്കളെ കണ്ടുകൂടാ. നബിയെ, അദ്ദേഹത്തിനെല്ലാം അദ്ദേഹത്തിന്റെ കുടുംബമാണ്. എന്നെ തീരെ പരിഗണിക്കുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനോട് തിരിച്ചു ചോദിക്കുന്നു, പെണ്ണേ, ഭർത്താവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നീ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെ കുറ്റപ്പെടുത്താറുണ്ടോ, താഴ്ത്തി പറയാറുണ്ടോ? ബലായാ റസൂലല്ലാഹ്, അതേ നബിയേ, ഞാൻ എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെ കാര്യം പറയുമ്പോ ആ കുടുംബത്തെ താഴ്ത്തിയിട്ട് മോശമായി അവഹേളിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാറുണ്ട് നബിയേ. ഭർത്താവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭാര്യമാരെ, ഭർത്താവിന്റെ കുടുംബത്തെ നിങ്ങൾ താഴ്ത്തി പറഞ്ഞാൽ, മോശമാക്കിയാൽ ആ ഭർത്താവിന് നിങ്ങളെയോ നിങ്ങളെ കുടുംബത്തെയോ സ്നേഹിക്കാൻ കഴിയില്ല. ഭർത്താവിന്റെ ഉമ്മാനെ, ഭർത്താവിന്റെ പെങ്ങന്മാരെ, ഭർത്താവിന്റെ ജ്യേഷ്ഠ 5 സഹോദരന്മാരെ, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉപ്പാനെ, കുടുംബങ്ങളെ ആ ഭർത്താവ് കേൾക്കേ നിങ്ങൾ താഴ്ത്തി പറഞ്ഞാൽ
അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചാൽ അതൊരു ഭർത്താവും സഹിക്കില്ല, അതൊരു ഭർത്താവും പൊരുത്തപ്പെടൂല. ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവളെ കുടുംബത്തെ, അവളുടെ മാതാപിതാക്കളെ, അവളെ ബന്ധപ്പെട്ടവളെ നിങ്ങൾ ആക്ഷേപിച്ചാൽ ആ ഭാര്യയ്ക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെണ്ണിനോട് പറയുന്ന, മോളെ, ഇന്ന് മുതൽ നീ നിന്റെ കുടുംബത്തെക്കാൾ ഭർത്താവിന്റെ കുടുംബത്തെ പുകഴ്ത്തി പറയണേ. നിന്റെ കുടുംബത്തെക്കാൾ നിനക്ക് ഇഷ്ടം ഭർത്താവിന്റെ കുടുംബത്തെയാണെന്ന് നീ അദ്ദേഹത്തിന്റെ മുമ്പിൽ തോന്നിപ്പിക്കണേ. എന്നാൽ അവന്റെ സ്നേഹം നിനക്ക് മടക്കി കിട്ടുന്നതാണ്. ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ ഭർത്താവിനെ തോന്നിപ്പിക്കണം, എന്റെ ഉമ്മനെയും വാപ്പനേക്കാൾ വലുത് എനിക്ക് നിങ്ങളുടെ ഉമ്മയും വാപ്പയാണ്. ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ തോന്നിപ്പിക്കണം, എന്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് വലുത് നിന്റെ മാതാപിതാക്കൾ. അല്ലെങ്കിൽ എനിക്ക് രണ്ടും ഒന്നാണ്, നിന്റെ ഉമ്മ എന്റെ ഉമ്മ എന്നല്ല, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ സഹോദരങ്ങൾ. ഈ ഒരു നമ്മൾ എന്ന ആ ഒരു ചിന്താഗതി നീയും ഞാനുമല്ല, നമ്മളെന്ന ചിന്താഗതി. എന്നാൽ ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയും, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാനും കഴിയും. ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കാം, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാം. ഭാര്യന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഭാര്യയുടെ കുടുംബത്തെ ആക്ഷേപിച്ചാൽ അതിനേക്കാൾ വലുത് ഓളങ്ങോട് പറയും. നമ്മൾ ഓള കുടുംബത്തെ കുറച്ച് ആക്ഷേപിച്ചാൽ അതിനേക്കാൾ വലിയത് നമ്മുടെ കുടുംബത്തെ ഓളാക്ഷേപിക്കും. അങ്ങനെ ചെയ്യരുതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി മതിയായോ? നിർത്താനായോ? ആയെങ്കിൽ പറയാ. സമയം എത്രയാ? പെർമിറ്റ് എത്രയാ? പെർമിന് പ്രശ്നമൊന്നുമില്ല, ഉണ്ടോ? കുഴപ്പമില്ല, കുറച്ചിനും കൂടെ പോയിക്കൂടെ അല്ലേ? ഏതായാലും 256 കിലോമീറ്റർ ഓടിച്ചിങ്ങോട്ട് കണ്ണൂർ നിങ്ങൾ വന്നതല്ലേ, വെറുതെ അങ്ങ് പോകാൻ പറ്റുമോ? അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് സമ്മതല്ലേ? കുറച്ചും കൂടെ പോട്ടെ. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒന്നും കൂടെ പഠിപ്പിച്ചു. മക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ ആക്ഷേപിക്കരുത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, മക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഭാര്യ ഭർത്താവിനെ ആക്ഷേപിക്കാൻ പാടില്ല, ഭർത്താവ് ഭാര്യയെ ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ മക്കൾ നിങ്ങളിൽ നിന്ന് അകലുന്നതാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ, ഭർത്താക്കന്മാരെ ചിന്തിക്കണേ. മക്കളടുത്ത് എന്തെങ്കിലും കുരുത്തക്കേട് കണ്ടാല് ചിലപ്പോ ഉപ്പ പറയും, എങ്ങനെ കുരുത്തക്കേടില്ലാതിരിക്കാൻ, നിന്റെതല്ലേ വിത്ത്, അല്ലേ? അല്ലെങ്കിൽ ഭാര്യ പറയും, ആ നിങ്ങളതല്ലേ സാധനം, സഹിച്ചോ സഹിച്ചോ സഹിച്ചോ, നിങ്ങളതല്ലേ. എന്റെ നമ്മളതല്ലേ എന്ന് പറയാത്ത? നമ്മളതല്ലേ എന്നല്ലേ പറയേണ്ടത്? ടൂർണമെന്റിൽ രണ്ടാളും പങ്കാളികളായിരുന്നല്ലോ, ആളില്ലാത്ത പോസ്റ്റ് കയറി ഗോൾ അടിച്ചോന്നല്ലോ, അല്ലേ? കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ച് കേട്ടില്ല നിങ്ങള്? കുഞ്ഞായി മുസ്ലിയാർ ആകെ ലോകത്ത് പരാജയപ്പെട്ടിരിക്കുന്ന ഭാര്യന്റെ മുമ്പിൽ മാത്രം. ഭാര്യനോടല്ലാതെ മൂപ്പര് ഒരാളെ മുമ്പിലും തോറ്റിട്ടില്ല. ഭാര്യയോട് തോറ്റത് എങ്ങനെയാ വെച്ചാല്, ഈ കുഞ്ഞായി മുസ്ലിയാർ പെണ്ണെട്ടുന്ന സമയത്ത് പൊന്നാനിയിലൊക്കെ കണ്ണൂരത്തെ സിസ്റ്റം മനസ്സിലായോ? പെണ്ണ് കെട്ടിയിട്ട് അവിടെ കൂടലാണ്. ഭർത്താവ് ഭാര്യന്റെ വീട്ടിക്ക് അങ്ങോട്ട് കൊണ്ടോക്കാം. ഭർത്താവിന്റെ വീട്ടിക്ക് ആര് വരലല്ല? ഭാര്യ വരലല്ല. ഭർത്താവിനെ ഭാര്യന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകില്ല. അതാണ് അപ്പങ്ങളെമ്പാടും ചുട്ടമായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി, അപ്പങ്ങളെമ്പാടും ഓരോ പേരും സൽക്കരിച്ചുകൊണ്ടുള്ള പാട്ടാണ്. കണ്ടോ? അങ്ങോട്ട് സ്വീകരിക്കുന്ന ഭർത്താവിനെ ഭാര്യ വീട്ടിൽ കൂട്ടുന്ന അറ കൊടുത്തുകൊണ്ട് സൽക്കരിക്കുന്ന സിസ്റ്റമാണ് കണ്ണൂരുള്ളത്. പൊന്നാനിയിലും ഒരു കാലത്ത് ആ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഒന്നും കൂടെ ഉണ്ട്, ഭാര്യ ഗർഭിണിയായാൽ പ്രസവിച്ച് 6 മാസം കഴിയുന്നത് വരെയുള്ള എല്ലാ ചെലവും 50-50. ഭാര്യ വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും പകുതി എടുത്തോളണം. അപ്പൊ നമ്മുടെ ഇടയിലൊക്കെ ഇനി പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടോന്നാവോ, ഞങ്ങളെ മലപ്പുറത്തൊക്കെ അങ്ങനെ ചില സംവിധാനം വന്നിട്ടുണ്ട്. 7 മാസം കഴിഞ്ഞ ഭാര്യ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും പ്രസവത്തിന്, അല്ലെ? പിന്നെ 9ാം മാസം ഒരു പള്ള കാണാൻ പോക്കുണ്ട്. പള്ള കാണാൻ പോകുക.
എന്നോട് എന്റെ സുഹൃത്ത് പറഞ്ഞു നിന്റെ ഭാര്യന്റെ പള്ള കണ്ടാണ്. ഞാൻ പറഞ്ഞു ഇത്ര കാലമായിട്ട് ഞങ്ങളെ പള്ളം കണ്ടിട്ടില്ല, എപ്പോഴാ പോയി 9 മാസം കാണാൻ പോകുന്നത്. അല്ല ഞാൻ പോകുന്നില്ല, ഉമ്മയും പെങ്ങന്മാരെയാ പോകുന്നത്. എന്നിട്ട് ആ പോണെന്ന് കുറച്ച് പൈസയും കൊടുത്തിട്ട് പോരും. എന്തിനാ പൈസ? ആശുപത്രി ചെലവുക്കുള്ളതാണ്. ആശുപത്രി ചെലവുക്കുള്ളത് പൈസയും കൊടുത്തിട്ട് പോരാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ കുഞ്ഞായി മുസ്ലിയാരുടെ കാലത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, 50-50. അങ്ങനെ പൊന്നായിന്റെ കല്യാണമൊക്കെ കഴിച്ചു, ഭാര്യ ഗർഭിണിയായി. കുഞ്ഞായി മുസ്ലിയാർക്ക് മനസ്സിലായി ഇനി ഇവിടെ എന്നാ ശരിയാവില്ല, കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചെലവിന്റെ ഒക്കെ പകുതി എടുക്കേണ്ടി വരും. മൂപ്പര് പതുക്കെ മുങ്ങിണിന്റെ മുമ്പ് ഒരു എഴുത്ത് എഴുതി വെച്ചു. ഭാര്യനോട് പറഞ്ഞു, കല്യാണം എന്ന് പറഞ്ഞാൽ ഇത് എന്റെ മാത്രം ചെലവെന്നുള്ളതല്ല, കുട്ടി എന്റേത് മാത്രമല്ലല്ലേ, നമ്മളെ രണ്ടാമതും കൂടെ അല്ലേ, 50-50 അല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടല്ലേ എന്റെ കടമ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നിന്റെ ഡ്യൂട്ടിയാണ്. ഏതൊരു എഴുത്ത് എഴുതിയിട്ട് മൂപ്പര് വിട്ട്. ഞാനിങ്ങനെ ഓപ്പണായി പറയുന്നത് തെറ്റിദ്ധരിക്കുന്നു വേണ്ട കേട്ടോ. ഇത് എഴുതി വെച്ചിട്ട് മൂപ്പര് വിട്ട്. അങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞ് ഏകദേശം കുട്ടിക്കൊരു 6 മാസമൊക്കെ കഴിഞ്ഞ് ചെലവിന്റെ ഷട്ടർ താണപ്പോ 50-50 ഷട്ടർ താണപ്പോ കുഞ്ഞായി മുസ്ലിയാർ ഇങ്ങനെ വന്നു, ഭാര്യ വീട്ടിലേക്ക് വന്നു. ഭാര്യക്ക് വെറുപ്പൊന്നുമില്ല, മുഖത്ത് ദേഷ്യവും കാര്യങ്ങളൊന്നും കാണിച്ചില്ല, നല്ല സ്നേഹത്തോടെ സൽക്കരിച്ച് വീട്ടിൽ ഗേറ്റ് ചെയ്തിട്ട് കുഞ്ഞായി മുസ്ലിയാർ വെച്ചു. അല്ല മോളെ എവിടെ നമ്മളെ കുട്ടിനൊക്കെ കൊണ്ടുവന്നു കയ്യിൽ കൊടുത്തു. കുഞ്ഞായി മുസ്ലിയാർ കുട്ടിനെ കളിപ്പിക്കാൻ തുടങ്ങി. ഭാര്യ അടുക്കളയ്ക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ആദ്യം കുട്ടി ഒന്ന് ചെയ്തു. കുട്ടി ഉടുമുണ്ടിൽ മൂത്രമൊഴിച്ചു. കുഞ്ഞായി മുസ്ലിയാർ എടേ കുട്ടി മൂത്രമൊഴിച്ച്, മറുപടി ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോ കാഷ്ടിക്കും ചെയ്തു. അപ്പോഴും പറഞ്ഞു എടേ കുട്ടി ഇതാ ഇടുത്തി കൂടെ തൂറിയ അതിന്റെ ഡ്രസ്സൊക്കെ ആകെ കേടിരുത്തി. ഒരു മറുപടി ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടിക്ക് ദാഹിച്ചു, അവിടെ ഇവിടെ കപ്പാൻ തുടങ്ങി. അപ്പൊ ഓള് പറഞ്ഞു നോക്ക് ഈ കുട്ടി അവിടെ ഇവിടെയൊക്കെ മാന്തും വിച്ചു തപ്പൊക്കെ ചെയ്യണേ. അപ്പൊ ഭാര്യ അടുക്കളയിൽ നിന്ന് പറഞ്ഞു 50-50 ഇത്ര കാലം ഞാനാ ചെയ്ത്, ഇനി നിങ്ങൾ അങ്ങോട്ട് ചെയ്തോളി. അതോടുകൂടെ മൂട്ടി പറഞ്ഞു അയ്യോ മോളെ, ആ ഒരു പെണ്ണിന്റെ മുമ്പിൽ അല്ലാതെ കുഞ്ഞായി മുസ്ലിയാർ തോറ്റിട്ടില്ല കേട്ടോ. എന്ന പോലെ ചില വിഷയത്തിൽ ഭാര്യമാരെ മുമ്പിലൊക്കെ ഭർത്താക്കന്മാർ തോൽക്കന്നെ വേണ്ടി വരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, മക്കളെ മുമ്പിലിട്ട് നിങ്ങൾ ഇങ്ങനെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യ ആക്ഷേപിക്കരുത്. കാരണം ഭാര്യ പറയാ നിങ്ങളതല്ലേ വിത്ത്, നിങ്ങളെ പോലെ തന്നെ ഉണ്ടാവും. ഓൻ പറയും നിന്റെതല്ലേടി, നിന്റെ തറവാട്ടിലെ സ്വഭാവം കാണിക്കാതിരിക്കോ. മക്കള് ചിന്തിക്കും സത്യത്തിലപ്പോ ഞങ്ങൾ ആരുടെ റബ്ബേ. മക്കളെ ചിന്തിക്കുക അങ്ങനെ ഉമ്മാന്റെ വാപ്പാന്റെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല, നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് കൂടെ അടുക്കള ജോലി ഇതുവരെ സഹായിക്കാറുണ്ടായിരുന്നു. ബാങ്കിന്റെ ഇഖാമത്തിന്റെ സമയമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെല്ലുകയാ. ഇഖാമത്തിന്റെ സമയമായെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് തൂത്തുവാരുകയാണ്. വീട് അടിച്ചു വാരുന്ന ചൂലെടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് ഇങ്ങനെ അടിച്ചു വാരുക. ഇത് കണ്ടുകൊണ്ടാ ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അവിടുന്ന് വീട്ടുജോലി ചെയ്യുകയാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിലാലേ ഭാര്യയെ സഹായിക്കൽ ധർമ്മമാണ്. വീടിനകത്ത് പോലും നിന്റെ ഭാര്യയെ നീ സഹായിക്കല് ബിലാലേ ഇതൊരു സദഖയാണ്, ധർമ്മമാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലികളിലൊക്കെ വീട്ടുജോലിയിലൊക്കെ ഭാര്യയെ ഒന്ന് സഹായിക്കാനുള്ളൊരു മനസ്സ്, വീട്ടുജോലികളിലൊക്കെ ഭാര്യയെ സഹായിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് പേടിയാ, നമ്മളെ വീട്ടിൽ നിന്ന് ഓളെ സഹായിക്കാനുണ്ടാലും ഉമ്മയെ പങ്ങന്മാരോ പറയും ഓനൊരു പെങ്കൂസിന് ഓൾക്ക് വീട്ടു ജോലി എടുത്തു കൊടുക്കുക, ഓൾക്ക് വേല എടുത്തു കൊടുക്കുക. അങ്ങനെ പറഞ്ഞോട്ടെ, പറയണോല് പറഞ്ഞോട്ടെ, നമ്മക്കെന്താ പറയണോല് പറഞ്ഞോട്ടെ.
അടുക്കളപ്പണിയിലൊക്കെ ആയിഷ ബീവി പറയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ റൊട്ടി ചുടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാവ് കുഴച്ചു തരുന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ റൊട്ടി ചുടുകയാണെങ്കിൽ ആയിഷ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് മാവ് കുഴച്ചു തരുന്നതാണ്. വീട്ടുജോലികൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീട്ടാറുണ്ടായിരുന്നു, ജോലി ചെയ്യാറുണ്ടായിരുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയത്തിലും ഭാര്യയും ഭർത്താവും ഇണകളായി തീർന്നാൽ, ഭാര്യ ആരാണെന്ന് ഭർത്താവ് മനസ്സിലാക്കിയാൽ, ഭർത്താവ് ആരാണെന്ന് ഭാര്യ മനസ്സിലാക്കിയാൽ, വല്ലാഹി ഒരു ഭാര്യയെയും ഭർത്താവ് സംശയിക്കൂല, ഒരു ഭർത്താവിനെയും ഭാര്യ സംശയിക്കൂല, ഒരു കുടുംബത്തിലും വിവാഹമോചനം നടക്കൂല. ഇന്ന് എത്ര കുടുംബങ്ങളാ വിവാഹമോചനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു സുഹൃത്ത് വിവാഹിതനാവുകയാണ്. വ്യാഴാഴ്ച വിവാഹിതനായി 2 ദിവസം കഴിഞ്ഞിട്ട് ആ സുഹൃത്തിനോട് വിളിച്ചിട്ട് പറയുക, ദാരിമി, ഇന്നെന്റെ വിവാഹമോചനമാണ്, ഇന്നെന്റെ വിവാഹമോചനമാണ്. ഞാൻ നെറ്റിത്തരിച്ചു പോയി, റബ്ബേ എന്താണ് ഇവൻ പറയുന്നത്, ഇന്നെന്റെ വിവാഹമോചനമാണ്. ഞാൻ ചോദിച്ചു എന്തേ കാരണം. അപ്പോഴാണ് അവൻ സംഗതി പറയുന്നത്, ഞാനും ഭാര്യയും നേരിട്ട് കണ്ടിട്ടില്ല, ഞങ്ങൾ പരസ്പരം ഫോട്ടോ കൈമാറിയിട്ടേ ഉള്ളൂ. ഞാൻ ഗൾഫിലായിരുന്നു, അവളെ ഫോട്ടോ എന്റെ വീട്ടുകാർ എനിക്ക് അയച്ചു തന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എന്റെ ഫോട്ടോയും അയച്ചു കൊടുത്തു, അവൾക്കും വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിക്കാഹിന്റെ അന്ന് രാവിലെയാണ് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നത്. നിക്കാഹ് കഴിഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് മഹർ കെട്ടിക്കൊടുക്കാൻ പോയപ്പോഴാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്, അവൾ എന്നെ ആദ്യമായി കാണുന്നത്. മഹർ കഴിഞ്ഞ് മഹർ കെട്ടിക്കൊടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് ഞാൻ എത്തുന്ന സമയത്ത് എന്റെ ഫോണിലേക്ക് വിളി വരികയാണ്, അവളെ 3 ത്വലാഖ് ഞാൻ ചൊല്ലണമെന്ന്. ഞാൻ അവിടെ 3 ത്വലാഖ് ചൊല്ലണമെന്ന്. എന്തേ കാരണമെന്നറിയുമോ? എന്റെ തൊലി നിറം കറുത്തതാണ്. ഞാൻ കറുത്തവനായതിന്റെ പേരില് എന്റെ ഫോട്ടോ കണ്ടപ്പോ കുറച്ച് വെളുപ്പുള്ളതായി തോന്നി. എന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് എന്റെ തൊലി നിറം അവൾ കണ്ടത്. ഞാൻ കറുപ്പായതിന്റെ പേരില് അവളെ 3 ത്വലാഖ് വേണമെന്ന് അവൾ വാശി പിടിക്കുകയാണ്. അങ്ങനെ വ്യാഴാഴ്ച നിക്കാഹ് കഴിഞ്ഞെങ്കിൽ ഞായറാഴ്ച ത്വലാഖും സംഭവിച്ചു. സുബ്ഹാനല്ലാഹ്. പെണ്ണേ ആരാണിന്റെ ഭർത്താവെന്നറിയുമോ? നിന്റെ ഭർത്താവിന് നിന്റെ ജീവിതത്തിലുള്ള സ്ഥാനം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഈ ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ആരെങ്കിലും മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യുകയാണെങ്കിൽ, ഭാര്യമാരെ നിങ്ങളാണ് ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രക്ക് സ്ഥാനമാ നിന്റെ ഭർത്താവിന് നിന്റെ ജീവിതത്തിലുള്ളത്. ഒന്നുകൂടെ കേട്ടോളൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, മുത്തുനബി പഠിപ്പിക്കുകയാ, പെണ്ണേ നിന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ടെങ്കിൽ, ആ മുറിവ് പഴുത്തിട്ട് അതിൽ നിന്ന് ചീഞ്ചലം പുറത്തേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ, നിന്റെ നാവ് കൊണ്ടാ ചീഞ്ചലം നക്കിയെടുത്താൽ പോലും, ഭർത്താവിനോടുള്ള നിന്റെ കടമ തീരൂല പെണ്ണേ, ഭർത്താവിനോടുള്ള നിന്റെ കടമ തീരൂല പെണ്ണേ.
അറിയുമോ ബീവി റഹിമ റളിയല്ലാഹു അൻഹാ ക്ഷമയുടെ പര്യായമായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഭർത്ത സ്നേഹത്തിന്റെ ഭർത്ത പരിപാലനത്തിന്റെ മകുടോദാഹരണമായി ഇസ്ലാമിന്റെ ചരിത്രത്താളുകൾ സങ്കല്പികൾ ഉല്ലേഖനം ചെയ്യപ്പെട്ട ബീവി റഹിമ റളിയല്ലാഹു അൻഹാ പടച്ച റബ്ബേ അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ന കുഷ്ഠരോഗം ബാധിച്ച ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും പുഴു അരിച്ചു നടക്കുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ തന്റെ ചുമലിലിരുത്തിയിട്ട് തന്റെ പുറത്ത് കയറ്റിയിട്ട് ഖനം ഭാരം കൊണ്ട് നടക്കാൻ കഴിയാതെ കുനിഞ്ഞിട്ട് വേച്ച് 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 നടക്കുന്ന ബീവി റഹിമ 2 മാസത്തെ വൈദൂരമാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ ചുമലിലിരുത്തിയിട്ട് മഹതിയായ റഹിമ റളിയല്ലാഹു അൻഹാ ഒന്ന് നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ കഴിയാത്ത അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ന ശരീരം മുഴുവനും വ്രണമായി പുഴുവരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തന്റെ മുതുകത്തൊരു ഭാണ്ഡം പോലെ ചുമന്നിട്ട് കുനിഞ്ഞുകൊണ്ട് വേച്ച് വേച്ച് മാമലകളും കാടുകളും പുഴകളും നീന്തി കിടക്കുകയാണ്. 2 മാസത്തെ വൈദൂരമാ ബീവി റഹിമ റളിയല്ലാഹു അൻഹാ അയ്യൂബ് നബിയെ ചുമക്കുന്നത്. ഒരവസരത്തിൽ സുബ്ഹാനല്ലാഹ് ബീവി റഹിമ റളിയല്ലാഹു അൻഹ ഇവിടെ കവിൾത്തടത്തിലൂടെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്നുള്ളൊരു പുഴു, ഒരു ഏതാനും പുഴുകള് റഹ്മത്ത് ബീവിയുടെ കവിൾത്തടത്തിലൂടെ അരിച്ചരിച്ചു വന്നിട്ട് റഹ്മ ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ വായിലേക്ക് പ്രവേശിക്കുകയാ. ഭർത്താവിന്റെ ശരീരത്തിലെ മുറിവിൽ നിന്നുള്ള പുഴു അത് റഹ്മത്ത് ബീവിയുടെ ശരീരത്തിലൂടെ കവിൾത്തടത്തിലൂടെ ചുണ്ടുകളിലൂടെ വായിക്കകത്തേക്ക് പ്രവേശിക്കുകയാ. റഹ്മ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ചുണ്ണാവ് കൊണ്ട് ആ പുഴുവിനെ തന്റെ വായിക്കകത്തേക്കാക്കിയിട്ട് പിന്നീടാ തുപ്പിക്കളയുന്നത് ആ ഭർത്താവിനെ ഒന്ന് താഴെ വെച്ചിട്ട് ആ ഭർത്താവിനെ താഴെ വെച്ച് പുഴുവിനെ ഒന്ന് തട്ടിക്കളയാൻ റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ തയ്യാറാകുന്നില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുകയാ, റഹിമ പൊന്നുമോളെ ഇനി ജീവിതത്തിൽ ആരോഗ്യം ബാക്കിയില്ലാത്ത മുറിവ് പറ്റാത്തൊരു ശരീരവും ശേഷിക്കാത്ത ഈ എല്ലും കോലുമായ അസ്ഥിപഞ്ചനമായ ഭർത്താവിനെ ഈ മരുഭൂമിയുടെ വിജനതയിൽ ഉപേക്ഷിച്ചിട്ട് എനിക്കൊരു സുഖജീവിതം തേടിപ്പോയി കൂടെ റഹിമ? മോളെ നിന്റെ പ്രായം 20-ന്റെയും 25-ന്റെയും ഇടയിലാ. റഹ്മത്ത് ബീവിക്ക് പ്രായം ചെന്നിട്ടില്ല, യുവതിയാണ്. 20-ന്റെയും 25-ന്റെയും ഇടയിലുള്ള പ്രായമാ. റഹിമ പൊന്നുമോളെ ഈ മരുഭൂമിയുടെ വിജനതയില് എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നിനക്ക് പോയിക്കൂടെ റഹിമ? ഈ നല്ലൊരു ജീവിതം നേട് റഹിമ. റഹ്മത്ത് ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, വല്ലാഹി എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കാം, ഈ ലോകത്ത് എന്ത് വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കാം. പക്ഷേ നാളെ എന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്ന നാളെ സിറാത്ത് എന്ന ഭയാനകമായ പാലത്തില് ഒരു ഇടിമിന്നൽ വേഗതയിൽ കടന്നു പോവാൻ റഹ്മത്ത് ഈ പാപപ്പെട്ട പെണ്ണിന് സഹായകമാകുന്ന അങ്ങേ ഉപേക്ഷിക്കാൻ മാത്രം പറയല്ല. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, ബീവി റഹിമ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെയാ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട റഹ്മത്ത് ഈ ദുനിയാവിൽ നല്ല ജീവിതം കിട്ടിയില്ല, അല്ലാഹ്. അതുകൊണ്ട് റബ്ബേ നാളെ എന്നോടൊന്നിച്ച് ആഖിറലോകത്ത് സ്വർഗ്ഗത്തിൽ എനിക്ക് എന്റെ ഇണയായി എന്റെ റഹ്മത്തിനെ തരണേ അല്ലാഹ്. നാളെ
നാളെ സ്വർഗത്തിൽ എനിക്ക് ഇണയായിട്ട് എന്റെ പ്രിയപ്പെട്ടവളായ റഹ്മേ എനിക്ക് തരണേ അല്ലാ, എനിക്ക് നൽകണേ അല്ലാ. ആ ഭർത്താവിന്റെ പ്രാർത്ഥനയുടെ അർത്ഥമെന്താ? അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ ഈ പരിപാലനത്തിന്റെ ഫലമായിട്ട് നാളെ റഹ്മത്തിൽ നീ സ്വർഗത്തിലെ പ്രവാചകന്മാരോടൊന്നിച്ച് സ്ഥാനം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇതാണ് ഭാര്യ. ഈ റഹ്മത്ത് ബീവിയെയാണ് നീ മാതൃകയാക്കേണ്ടത്. ഈ റഹ്മത്ത് ബീവിയുടെ ക്ഷമയാണ് നിനക്ക് വേണ്ടത്. ഈ റഹ്മത്ത് ബീവിയെ നീ മാതൃകയാക്കണം പെണ്ണേ. ഈ റഹ്മത്ത് ബീവിയെ നീ മാതൃകയാക്കണം പെണ്ണേ. അതുപോലെ ആണുങ്ങളെ കേൾക്കണേ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ആരോ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാ. അവളുടെ ശരീരം പഴയ പോലെ അനക്കാൻ കഴിയില്ല, അവൾക്ക് നടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവൾക്ക് ഭർത്താവിനോടുള്ള ബാധ്യതകൾ വീട്ടാൻ കഴിയില്ല. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ആ ഭാര്യയെ കൊണ്ടുപോയി അവളെ വീട്ടിൽ തള്ളുന്നതല്ലടാ ആണത്ത. അതല്ല ഭർത്താക്കന്മാരെ, ആണുങ്ങളായ ഭർത്താക്കന്മാർ ചെയ്യേണ്ടത്. എന്റെ ഭാര്യ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ, വമാ അക്രമൻ നിസാഉ ഇല്ലാ വമാ അഹാനഹുന്ന ഇല്ലാ ലഈബ്. ഭാര്യ എത്ര സൗന്ദര്യവതിയാണെങ്കിലോ, ഭാര്യ എത്ര ആരോഗ്യമുള്ളവളാണെങ്കിലോ, ഭാര്യ എത്ര രോഗിയാണെങ്കിലോ, ഭാര്യ എത്ര മോശപ്പെട്ട എത്ര സൗന്ദര്യം കുറഞ്ഞവളാണെങ്കിലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ, ഒരു യഥാർത്ഥ മാന്യനായ ആൾക്കല്ലാതെ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയില്ല, ഭാര്യയെ ആദരിക്കാൻ കഴിയില്ല. ഒരു ശപിക്കപ്പെട്ടവനല്ലാതെ, ഒരു മോശക്കാരനല്ലാതെ ഭാര്യയെ ആക്ഷേപിക്കാൻ കഴിയില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര, ഒരവസരത്തിലും തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ആശുപത്രിയുടെ വരാന്തയിലുണ്ട് ഒരു ചെറുപ്പക്കാരനായ യുവാവായ ഒരു മനുഷ്യന് ഉറക്കം കനം തൂക്കുന്ന കണ്ണുകളോടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാ. ആ പെണ്ണിന്റെ കയ്യിലും മരുന്ന് കഴിക്കുന്ന സ്ലിപ്പുണ്ട് സഹോദര. ആ സ്ലിപ്പും ഒരു കയ്യില് ഗ്ലൂക്കോസ് കഴിക്കുന്ന കുട്ടിയും മറുകൈ കൊണ്ട് ഭാര്യയെയും ചേർത്ത് പിടിച്ചിട്ട് ഡോക്ടറെ വിളിക്കുന്നതും കാത്തിട്ട് ഡോക്ടറുടെ റൂമിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ചുറുചുറുക്കുള്ള ആരോഗ്യവാനായ 20 25 26 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ കണ്ടു. അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞു, ബഹുമാനത്തോടെ സലാം അടയ്ക്കുകയാ. ഞങ്ങൾ ചോദിച്ചു, മോനെ സഹോദര, പ്രിയപ്പെട്ട ഭാര്യയാണോ? അതേ ഭാര്യയാണ്. എന്ത് പറ്റി സഹോദര ചോദിക്കുമ്പോ, ഉസ്താദേ അവൾക്ക് ക്യാൻസറാണ്. ആ സമയത്താ ഭാര്യയുടെ ഡോക്ടർ വിളിക്കുന്നത്. നഴ്സുമാരവളെ കൂട്ടിക്കൊണ്ടുപോയി. ആ സഹോദരൻ ഞങ്ങളോട് പറയുകയാ, നിക്കാഹ് കഴിഞ്ഞിട്ട് 3 മാസമായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് വിവാഹം നിശ്ചയിക്കുകയാ. വിവാഹം നിശ്ചയിച്ച് ഏതാനും ദിവസങ്ങളെ വിവാഹത്തിന് ബാക്കിയുള്ളൂ. ആ സമയത്താണ് അവൾക്കൊരു ഛർദി തുടങ്ങിയത്. ആ ഛർദി ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. ഒരുപാട് ടെസ്റ്റ് നടത്തി. വിവാഹത്തിന്റെ ഡേറ്റ് എല്ലാം മാറ്റിവെച്ചു. അവസാനം കോഴിക്കോട് മിംസിൽ നിന്നാ പറയുന്നത്, അവൾക്ക് ഉദരത്തിൽ ക്യാൻസറാ, അവളെ വയറിനകത്ത് ക്യാൻസറാ. ഈ വാർത്ത കേട്ടപ്പോ എന്റെ കുടുംബങ്ങൾ എന്നോട് പറഞ്ഞവളെ മൊഴിച്ചല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല, ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, ഒരു രാത്രിയിൽ 5 മിനിറ്റ് പോലും ഒരുമിച്ച് ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല.
കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെ മറക്കാൻ എനിക്കൊരു പ്രശ്നവുമില്ല, പ്രയാസവുമില്ല. എന്റെ കുടുംബങ്ങൾ അവളെ 3 മൊഴിയും ചൊല്ലാൻ എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ വല്ലാഹി 3 മാസം മുമ്പ് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് മഹർ കൊടുത്ത് കൂട്ടിയ പെണ്ണ് 3 മാസം മുതൽ അവൾ എന്റെ ഭാര്യ. 3 മാസം മുതൽ എന്റെ മനസ്സകത്തെ റാണി അവളാണ്. അവളുടെ സംരക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തവൻ ഞാനാണ്. ഞാൻ നിക്കാഹിന്റെ സദസ്സിൽ ഞാൻ കൊടുത്ത കരാറ് അവളെ നല്ല നിലയ്ക്ക് നോക്കാമെന്നാണ്. അവളെ സംരക്ഷണത്തിന്റെ ചുമതല ഏറ്റെടുത്തവനാണ് ഞാൻ. എന്റെ കുടുംബക്കാരോട് പറഞ്ഞു, ഇല്ല, ഞാൻ അവളെ മൊഴികൊല്ലുകയില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, അവളെ മൊഴി ചൊല്ലിയിട്ടല്ലാതെ നീ എന്റെ വീട്ടിലേക്ക് ഇനി കയറണ്ട. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അന്ന് ഇറങ്ങി ഉസ്താദ്. ഇപ്പൊ ഇതാ ഞങ്ങൾ കുറെ ആയിട്ട് തിരുവനന്തപുരം RCCയിലായിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങളെ മടക്കി. ഇനി 2-3 മാസമായി ഇവൾക്ക് 2-3 മാസമാണ് ഇവൾക്ക് ആയുസ് ബാക്കിയുള്ളത്. ഇവിടെ രോഗം കണ്ടെത്തിയിട്ട് 1.5 കൊല്ലമായിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ എന്റെ ഉമ്മയെ പോയി കാണാറുണ്ട്. ഉമ്മ എന്നോട് മിണ്ടാറില്ല, എന്റെ സഹോദരിമാർ എന്നോട് മിണ്ടാറില്ല. എന്റെ ചെറിയ പെങ്ങളല്ലാതെ മറ്റൊരാളും എന്നോട്, എന്റെ കുടുംബത്തിൽ എന്നോട് മിണ്ടാറില്ല. ഞാൻ മഹർ കൊടുത്ത് സ്വീകരിച്ച എന്റെ പെണ്ണിന് ക്യാൻസർ ആയപ്പോ അവളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാത്തതിന്റെ ദേഷ്യമാ. പക്ഷേ ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും രാജാതിരാജനായ പടച്ചറബ് എന്നെ ഉപേക്ഷിക്കില്ലെന്ന വിശ്വാസം എനിക്കുണ്ട് ഉസ്താദ്. അതുകൊണ്ട് തന്നെ വല്ലാഹി ഞാൻ ഇവളെ മരണം വരെ പൂജ്യം ഉസ്താദ്. സംഭവം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ വല്ല സഹായവും ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് ആ സഹോദരന്റെ ഫോൺ നമ്പറും സംഘടിപ്പിച്ചു. കൂട്ടുകാരെ പള്ളിയിലൊക്കെ പറഞ്ഞിട്ട് ഏകദേശം 24,000 രൂപ സ്വരൂപിച്ചുണ്ടാക്കി. ആ പണം എത്തിക്കാൻ വേണ്ടി ആ സഹോദരന്റെ നമ്പറിൽ വിളിച്ചപ്പോ ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദ്, എനിക്കാ കാശ് വേണ്ട, എനിക്കൊരാളെ സഹായവും വേണ്ട ഉസ്താദ്. 10-12 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം ജുമുഅന്റെ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവളെന്റെ മടിയിൽ തലവെച്ച് കിടന്നതെന്ന് പറയുകയാ. തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിന്റെ വരാതയിൽ വെറും ബെഞ്ചിൽ ഇങ്ങനെ മലർന്നു കിടന്നിട്ട് എന്റെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവളെന്നോട് പറയുന്നു, ഉസ്താദ്, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അങ്ങ് പള്ളിയിൽ പോയിക്കോളൂ. എത്ര വെള്ളിയാഴ്ചയാ എനിക്ക് കാവലിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അങ്ങ് പള്ളിയിൽ പോകണേ. പള്ളിയിൽ പോയി പാവപ്പെട്ട പെണ്ണിന് വേണ്ടി ദുആ ചെയ്യണേ. അവിടെ നിർബന്ധം സഹിക്കവയ്യാതെയായപ്പോ അടുത്ത കട്ടിലുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പള്ളിയിലേക്ക് പോയി. എന്റെ ഈ 2 റക്അത്ത് ഞാൻ ജുമുഅ നിസ്കരിക്കുമ്പോഴും എന്റെ മനസ്സ് മുഴുവനും എന്റെ പ്രിയപ്പെട്ട പെണ്ണ് പ്രാണവായുവിന് വേണ്ടി പിളയുന്ന വേദനയായിരുന്നു. ഞാൻ ആ പള്ളിയിൽ നിന്ന് ജുമുഅ കഴിഞ്ഞ പാടെ പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവളെ നിർബന്ധിച്ചിട്ടാ ഞാൻ ഈ പള്ളിയിലേക്ക് വന്നത്. എന്റെ പ്രിയപ്പെട്ടവൾക്ക് നീ ഒന്നും വരുത്തല്ലേ അല്ലാഹ്. ഞാൻ ഓടിച്ചെന്നു ആശുപത്രിയിലേക്ക്. ഓടിച്ചെല്ലും എന്റെ പ്രിയപ്പെട്ടവളതാ ആ കട്ടിലിൽ കിടന്നിട്ട് വല്ലാത്ത പടയലാ. ഞാൻ ഓടിച്ചെന്ന് വാരിയെടുത്തിട്ട് എന്റെ മടിയിലേക്ക് കിടത്തി. എന്റെ അരക്കത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് എന്റെ കഴുത്തിലൂടെ പിടിച്ചിട്ട് അവളെ കവിട്ടണത്തിലേക്ക് താഴ്ത്തുകയാ. അവളെ കവിട്ടണത്തിലേക്ക് താഴ്ത്തിയിട്ട് അവളെന്റെ കവിട്ടണത്തിൽ എനിക്ക് അവസാനത്തെ ചുംബനം തന്നു. വച്ചു വരണ്ടു പോയ ചുണ്ടുകളെ കൊണ്ട് അവളെന്റെ കവിതണത്തിൽ എനിക്ക് അവസാനത്തെ ചുംബനം തന്നു.
എന്നിട്ട് എന്നോട് പറഞ്ഞൊരു ആയത്തിൽ കുറിച്ച് ഓതുമോ, ഒരായത്തിൽ കുറിച്ച് ഓതുമോ? ഞാൻ ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് അവസാനം വലായ എന്ന് ഞാനങ്ങ് പറയുമ്പോ എന്റെ മനസ്സിൽ കിടന്നിട്ട് അവസാനമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ അങ്ങ് ഉച്ചരിച്ചിട്ട് ഒരു കൈ പെണ്ണെന്റെ അരക്കത്തിലൂടെ പിടിച്ചിട്ട് മറുപടി പെണ്ണെന്റെ കഴുത്തിലൂടെ പിടിച്ചിട്ട അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു ഉസ്താദ്, അവൾ യാത്ര പറഞ്ഞു ഉസ്താദ്, എനിക്ക് പിരിവ് വേണ്ട, എനിക്ക് പൈസ വേണ്ട, അങ്ങേക്ക് പറ്റുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണേ, അങ്ങ് പോകുന്ന സദസ്സിലൊക്കെ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ അല്ലാഹുവേ ആ സഹോദരിയുടെ കബറും സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ആമീൻ പറയണേ. അല്ലാഹുവേ ആ സഹോദരിയുടെ കബറിടം നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട ഭർത്താവിന് അല്ലാഹുവേ മായ പ്രതിഫലം ഇരുവീട്ടിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സഹോദര അതാണ് ഭർത്താവ്, അവനാണ് ഭർത്താവ്. സഹോദര കല്യാണം കഴിച്ചിട്ട് ഒരൊറ്റ ദിവസം പോലും വീട്ടിൽ കൂടാത്ത തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി 1.5 കൊല്ലം ആശുപത്രികളിൽ നിന്ന് ആശുപത്രിയിലേക്കൂടെ ഒരു പുരുഷായുസ് കാലം മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ ചിലവഴിച്ചിട്ട് അവസാനം മടിയിൽ കിടത്തി ആയത്തിൽ കുറിച്ച് ഓതിക്കൊടുത്ത് മന്ത്രിച്ചിട്ട് കലിമ ചൊല്ലിപ്പിച്ചിട്ട് തന്റെ ഭാര്യ അവസാനത്തെ യാത്രയേക്കാൾ അവനാ ഭാഗ്യം ലഭിച്ച ഭർത്താവ്, അവളാ ഭാഗ്യം ലഭിച്ച ഭാര്യ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാ, ഏതെങ്കിലും ഒരു ഭാര്യ മരിക്കുന്ന സമയത്ത് ഭർത്താവിന്റെ പരിപൂർണ തൃപ്തിയോടെ മരിച്ചാൽ, ഭർത്താവിന്റെ പരിപൂർണ തൃപ്തിയോടെ മരിച്ചാൽ പെണ്ണേ ആ ഭാര്യയ്ക്ക് സ്വർഗം നിർബന്ധമാണ്, ആ ഭാര്യയ്ക്ക് സ്വർഗം നിർബന്ധമാണ്. ഏതെങ്കിലും ഒരു ഭർത്താവ് മരിക്കുമ്പോ അവന്റെ ഭാര്യ പരിപൂർണ തൃപ്തയാണെങ്കിൽ അവന്റെ ഭാര്യയ്ക്ക് അവനെ കുറിച്ച് പരാതിയില്ല, അവന്റെ ഭാര്യയ്ക്ക് അവനെ കുറിച്ച് പരിഭവമില്ല. ആ സന്തോഷത്തോടെ ഭാര്യയുടെ പൊരുത്തം വാങ്ങിയിട്ട് ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയാൽ അവനിക്കും സ്വർഗം നിർബന്ധമാ, അവനിക്കും സ്വർഗം നിർബന്ധമാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലുള്ളവരെ, ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരെ, നയിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ദാമ്പത്യം എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള മുന്നൊരുക്കമാണ്. ഈ ദുനിയാവിൽ ദാമ്പത്യ ജീവിതം എന്നുള്ളത് കേവലം ലൈംഗിക ദാഹം തീർക്കാനുള്ളതല്ല, സന്താനോൽപാദനത്തിന് മാത്രമുള്ളതല്ല, അത് സ്വർഗത്തിലേക്കുള്ളൊരു പ്രയാണമാണ്. ഭാര്യയും ഭർത്താവും കൈപിടിച്ചിട്ട് മക്കളോട് വിളിച്ചുള്ള പ്രയാണമാണ്. സന്തോഷത്തോടെയുള്ള ജീവിതം, വിട്ടുവീഴ്ചയോടെയുള്ള ജീവിതം, അതാണ് വേണ്ടത്. ഒരു നിസാര പ്രശ്നത്തിന് വേണ്ടിയിട്ട് ദാമ്പത്യമതാ കോടതികളിൽ എത്തിക്കുന്നവര്, വക്കീൽ നോട്ടീസ് അയച്ച് ഡിവോഴ്സ് കാത്തിരിക്കുന്നവര്, ഭാര്യയെ തലാഖ് ചൊല്ലിയിട്ട് മറ്റൊരു പെണ്ണിന്റെ ജീവിതം മോഹിക്കുന്നവര്, ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പെണ്ണിന്റെ ചൂടുകൊള്ളാൻ ആഗ്രഹിക്കുന്ന പെണ്ണ്, വല്ലാഹി വല്ലാഹി പെണ്ണേ, ലോകത്ത് അർശ് കിടുകിടാ വിറക്കുന്നൊരു സമയമുണ്ടെങ്കിൽ, ലോകത്തൊരു പെണ്ണിന്റെ മൊഴി ചൊല്ലപ്പെടുമ്പോ, ഒരു പെണ്ണ് തലാഖ് ചൊല്ലപ്പെടുമ്പോ അല്ലാഹുവിന്റെ അർശ് കിടുകിടാ വിറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ കാരണം കൂടാതെ തക്കതായ കാരണം കൂടാതെ ഒരു പെണ്ണിന്റെ ത്വലാഖ് ചൊല്ലുന്ന ആണത്തം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരാ, ആണത്തം നഷ്ടപ്പെട്ട ചെറുപ്പക്കാരാ, വല്ലാഹി നിനക്ക് അല്ലാഹുവിന്റെ കോപം വാജിബാണ്, നിനക്ക് അല്ലാഹുവിന്റെ കോപം വാജിബാണ്. നിസാരാവശ്യത്തിന് വേണ്ടിയിട്ട് ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെടുന്ന പെണ്ണ്, ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെടുന്ന പെണ്ണേ, നീ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലുണ്ടല്ലോ, ഖുർആൻ പേരെടുത്ത് ശപിച്ച ഉമ്മു ജമീൽ എന്ന ഏറ്റവും ശപിക്കപ്പെട്ടവളായ അബൂലഹബിന്റെ ഭാര്യയില്ലേ, ആ അബൂലഹബിന്റെ ഭാര്യയോടും വെച്ച് നരകത്തിലാണ്, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആണുങ്ങളെ പെണ്ണുങ്ങളെ, ഭാര്യയെ ഭാര്യയായി സ്നേഹിക്കാൻ, ഭർത്താവിനെ ഭർത്താവായി സ്നേഹിക്കാൻ, പരസ്പര ഉമ്മമാരെ സ്വന്തം ഉമ്മമാരായി കാണാൻ, ഭാര്യയുടെ കുടുംബത്തെ തന്റെ കുടുംബമായി കാണാൻ, ഭർത്താവിന്റെ കുടുംബത്തെ തന്റെ കുടുംബമായി കാണാൻ, അവരുടെ ഉമ്മ തന്റെ ഉമ്മയായി കാണാൻ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, നമുക്ക് കഴിയണോ? ഭർത്താവിന്റെ സന്തോഷമാവണം പെണ്ണേരിന്റെ ലക്ഷ്യം, ഭാര്യയുടെ സന്തോഷമാവണം പെണ്ണേരിന്റെ സഹോദരന്റെ ലക്ഷ്യം. എന്നാൽ നമ്മുടെ ജീവിതം വിജയത്തിലാണ്, നമ്മുടെ ജീവിതം വിജയത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് രാവിലെ 11 മണിക്ക് കണ്ണൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് 7 തവണയാ എന്റെ പ്രിയപ്പെട്ടവൾ വിളിച്ചത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും എവിടെയെത്തി പ്രശ്നമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, ഭക്ഷണം കഴിച്ചോ, നിസ്കരിച്ചോ, ചായ കുടിച്ചോ, ഓരോന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ കണ്ണ് നിറഞ്ഞു പോവുകയാ, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവൾക്കും പൊന്നുമക്കൾക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ, കൊടുക്കണേ അല്ലാ. എത്ര രാത്രിയായി വീട്ടിൽ നിന്ന് പോന്നിട്ടെന്നറിയുമോ? ഓരോ സദസ്സിൽ നിന്ന് മറ്റൊരു സദസ്സിലേക്ക് ഓടുകയാ. ഇന്ന് പാതിരാ സമയം വരെ പട്ടാമ്പിയിലെ ഈ കൂട്ടനാടാ. നാളെ ന്യൂ ഇയർ പ്രഭാഷണം നടത്തേണ്ടത് മഞ്ചേരി മങ്കടയിലെ പള്ളിക്കുന്നെന്ന പ്രദേശത്താണ് ന്യൂ ഇയർ പ്രഭാഷണം നടത്തേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നീട് പോവേണ്ടത് കണ്ണൂരേക്ക്, അത് കഴിഞ്ഞാൽ പിന്നീട് പോവേണ്ടത് തലശ്ശേരിയിലേക്ക്. ഓരോ സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടുകയാണ്. പ്രിയപ്പെട്ടവളോട് അടുത്ത് ചെല്ലാൻ ഈ ദൈവത്തിന്റെ ഇടയ്ക്ക് സമയം കിട്ടുന്നത് പകൽ സമയമാ. ഇവിടുന്ന് പുറപ്പെട്ടാൽ ഉമ്മന്റെ അടുക്കലേക്ക് ഉമ്മയെയും വാപ്പയെയും കണ്ട് സന്തോഷിപ്പിച്ചവരെ സമാധാനപ്പെടുത്തി നാളെ രാവിലെ പ്രിയപ്പെട്ട ഭാര്യ അവളെ വീട്ടിലാണുള്ളത്, അങ്ങോട്ട് പോകണം. ഭാര്യയെയും കാത്തിരിക്കുന്ന 2 മക്കളെയും അല്ലാഹുവേ പടപ്പുറപ്പ് തന്ന വല്ലാത്ത നിയമത്താണ്. ഈ തിരക്കിനിടയിൽ ഓടി നടക്കുമ്പോഴും ഒരു പരാതിയും എന്നോട് പറയാതെ, ഒരു പരിഭവം പറയാതെ എന്റെ 2 പൊന്നുമക്കളെ 5 വയസ്സുള്ള മോളെയും 6-7 മാസം പ്രായമായ മോനെയും സന്തോഷത്തോടെ നോക്കി പോറ്റുന്ന, നോക്കി വളർത്തുന്ന എന്റെ പ്രിയപ്പെട്ടവൾ, എന്റെ മാതാപിതാക്കളെ കണ്ണിലുണ്ണി പോലെ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ടവൾ, അതാണ് ഭാഗ്യം ചെന്ന പെണ്ണ് സഹോദര. അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങൾ 2 പേരെയും, ഞങ്ങളെ കുഞ്ഞുമക്കളെയും, ഞങ്ങളുടെ മാതാപിതാക്കളെയും ഇന്ന് ദുനിയാവിലെ നാളെ ആഖിറത്തിലും നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ, ഇടങ്ങേറിലാക്കല്ലേ അല്ലാ. ഇന്ന് ദുനിയാവിലെ നാളെ ആഖിറത്തിലും ഞങ്ങൾ നീ പിരിക്കല്ലേ അല്ലാ. സ്നേഹത്തോടെ സന്തോഷത്തോടെ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരൊറ്റ കുടുംബങ്ങളെ നീ അകറ്റല്ലേ അല്ലാ. അകന്ന്
നിൽക്കുന്ന കുടുംബങ്ങൾക്ക്, ചിന്നിച്ചിതറുന്ന കുടുംബങ്ങളെ നീ ഒന്നിപ്പിക്കണേ അല്ലാ, ഐക്യത്തിലാക്കണേ അല്ലാ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അവസാനമായിട്ട് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഓർമ്മപ്പെടുത്തുകയാ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആണും ഓരോ പെണ്ണോ, കല്യാണം കഴിഞ്ഞവരും കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരോ ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യണേ, ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യണേ. അല്ലാഹുവേ, എന്റെ ഭാര്യയെ കൊണ്ട് നാളെ എനിക്ക് സ്വർഗം കിട്ടണമെന്ന്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ട് നാളെ എനിക്ക് സ്വർഗം കിട്ടണമെന്ന്, സ്വർഗം തരുന്ന ഭർത്താവായി ഞാൻ മാറും, സ്വർഗം സമ്പാദിക്കുന്ന ഭർത്താവായി ഞാൻ മാറുമെന്ന്, സ്വർഗം സമ്പാദിക്കുന്ന ഭാര്യയായി ഞാൻ മാറുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രതിജ്ഞ ചെയ്യണേ, പ്രതിജ്ഞ ചെയ്യണേ. അതിന് നിങ്ങൾ തയ്യാറാവണേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മകനോ മകളോ മാതാപിതാക്കളോട് അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, നാളത്തേക്ക് മാറ്റിവെക്കാതെ, നാളത്തേക്ക് മാറ്റിവെക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ പിണക്കമാണെങ്കിലും എത്ര വലിയ പിണക്കമാണെങ്കിലും ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഇന്ന് തന്നെ അതൊന്ന് പൊരുത്തപ്പെടിച്ചിട്ട് ഇന്ന് നമ്മുടെ മണിയറ അത് സ്വർഗത്തിന്റെ മണിയറയാക്കാം. ഇന്ന് നമ്മുടെ കുടുംബ ബന്ധം ഛിന്ന ഭിന്നമായത് വിളക്കി ചേർക്കാൻ, ഉമ്മയുടെ വാപ്പയുടെ പൊരുത്തക്കേട് വാങ്ങിയത് അത് ഐക്യത്തിലാക്കാൻ, ഒരുമയിലാക്കാൻ, സ്നേഹത്തിലാക്കാൻ എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ തയ്യാറാവണേ, നിങ്ങൾ അങ്ങോട്ട് തയ്യാറാവണേ. എല്ലാ ഈഗോയും മാറ്റിവെക്കുക, എല്ലാ അഹങ്കാരവും മാറ്റിവെക്കുക. അവനോട് ഞാനല്ല മിണ്ടേണ്ടത്, അവൻ എന്നോടാ മിണ്ടേണ്ടത്. ഞാൻ അവനേക്കാൾ വലുതല്ലേ, ഞാൻ മൂത്തതല്ലേ, ഞാൻ ഭർത്താവല്ലേ, ഞാൻ ഭാര്യയല്ലേ, ഞാൻ ഉപ്പയല്ലേ, ഈ ഒരു ചിന്തയല്ല. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളില് ഏറ്റവും പടച്ചറപ്പിന്റെ അടുത്ത് സ്ഥാനമുള്ളത് ആരെന്നറിയുമോ? ആർക്കെന്നറിയുമോ? പിണങ്ങി നിൽക്കുന്നവർ പിണക്കം ആരാണോ അവസാനിപ്പിക്കുന്നത്, ആരാണോ ഈഗോ മാറ്റിവെച്ചിട്ട് അങ്ങോട്ട് ചെന്ന് ആരാണോ അങ്ങോട്ട് ചെന്ന് സലാം കൊണ്ട് തുടങ്ങുന്നത്, ആരാണോ പിണക്കം അവസാനിപ്പിക്കുന്നത്, അവരാണ് പടച്ചറപ്പിന്റെ കോടതിയില്, അല്ലാഹുവിന്റെ കോടതിയില് ഏറ്റവും ഏറ്റവും അടുത്തവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ, പടച്ചറപ്പ് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ.